നമസ്കാരം. ജലവകുപ്പ് മുൻ ഡയറക്ടറും അതുപോലെ പരിസ്ഥിതി ഗവേഷകനുമായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. സാർ നമസ്കാരം, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. സാർ, നമ്മുടെ കഴിഞ്ഞ പോഡ്കാസ്റ്റിന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് എന്ന് വെച്ചാൽ ആൾക്കാർ സാറ് തന്ന സജഷൻസും അതുപോലെ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇത് നടപ്പിലാക്കേണ്ടതാണ് എന്നൊക്കെ ആൾക്കാർ ഒരുപാട് പേര് പറഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ശരിക്കും പറയാൻ നമ്മൾ ഇന്നൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു വലിയ പദം എന്ന് പറഞ്ഞാൽ വലിയൊരു ചെറിയ പദം റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ ഒരു പദമാണ്. ആക്ച്വലി എന്താണ് ഈ റൂം ഫോർ റിവർ? ശരിക്കും കേരളത്തിന് അല്ലെങ്കിൽ നമുക്കിത് നടപ്പാക്കാൻ പറ്റുമോ? നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രി നെതർലാൻഡിലൊക്കെ പോയി അതിന് വേണ്ടിയിട്ട് ഗവേഷണങ്ങൾ, അതിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ നടത്തിയതാണ്. പല രീതിയിലുള്ള ഡിസ്കഷൻസൊക്കെ നടത്തിയതാണ്. ശരിക്കും പറഞ്ഞാൽ റൂം ഫോർ റിവർ ഇത് കേരളത്തിന് പ്രായോഗികമാണോ? റൂം ഫോർ റിവർ എന്ന മലയാളം തന്നെ നദിക്കൊരു മുറി എന്നുള്ളതാണ്. അതായത് നദിയിൽ ഒഴുകുന്ന വെള്ളം പ്രളയം വരുമ്പോൾ അധിക വെള്ളം വന്നാൽ അതിനെ തൽക്കാലത്തേക്ക് നമ്മൾ മുറി ഉപയോഗിക്കുന്നതിനാണ്. സ്ഥിരമായി ആരും ജയിലിലാണ് കിടക്കുന്നത്, മുറിയിലാരും കിടക്കാറില്ല. മുറി എന്ന് പറഞ്ഞാൽ ഇറങ്ങും കയറും, അങ്ങനെയാണ് മുറി. അപ്പോൾ വെള്ളത്തിന് കയറാനും സമയം കഴിയുമ്പോൾ, അതിൻ്റെ തിരക്ക് കഴിയുമ്പോൾ, നദിയിലെ ഒഴുക്കിൻ്റെ തിരക്ക് കഴിയുമ്പോൾ നദിയിലേക്ക് ഇറങ്ങി പോകാനും പറ്റുന്ന ഒരു കൃത്രിമ സ്ഥലം ഉണ്ടാക്കി കൊടുക്കലാണ് ഈ മുറി റൂം ഫോർ റിവർ എന്ന കൺസെപ്റ്റ്. ഇവിടെ പ്രളയമുണ്ടായപ്പോൾ നെതർലാൻഡ്സ് അല്ലെ ഹോളണ്ട്, ഡച്ച്, നമുക്ക് നെതർലാൻഡ്സ് എന്ന് പറയാം. നെതർലാൻഡ്സിൽ അവിടുത്തെ നദികൾക്ക് പ്രധാനമായി 2 നദികൾക്ക് അവർ ഈ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അതിലേക്ക് ഒഴുകി വരുന്ന വെള്ളം നല്ല പ്രളയം വന്നാൽ ആ വെള്ളത്തെ 2 സൈഡിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതും കയറിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങി അങ്ങ് കടലിലേക്ക് പോകും. അപ്പോൾ ഇതാണ് റൂം ഫോർ റിവറിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശ രാജ്യങ്ങളെല്ലാം പോയ കൂട്ടത്തിൽ നെതർലാൻഡ്സിൽ പോയി ഇത് കണ്ടു വന്നതിന് ശേഷം ഇത് പ്രായോഗികമാണോ, കേരളത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി 5 കോടി രൂപ ബഡ്ജറ്റ് മാറ്റിവെച്ചതിന് ശേഷം 2 കോടി രൂപയ്ക്ക് അടുപ്പിച്ച് 1.25 കോടി രൂപയോ മറ്റോ കൊടുത്ത് മദ്രാസ് IIT കൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിച്ചു. അവർ വന്ന് പഠിച്ചിട്ട് പോയത് ഇതിവിടെ പ്രായോഗികമല്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ ഒരുപാട് ഇതാണ് ഇതിൻ്റെ ഫാക്റ്റ്. പക്ഷേ ഇതിനകത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്രിട്ടിക് ഉണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട്. ഒന്ന്, നെതർലാൻഡ്സ് എന്ന് പറയുന്നത് വളരെ പ്ലെയിൻ ലാൻഡാണ്, സമതലമായി കിടക്കുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് ഇഷ്ടം പോലെ റൂം ഉണ്ടാക്കാം, എല്ലാം. കേരളത്തെ പോലുള്ള ഒരു സെറ്റിൽമെൻറ്റ് പാറ്റേൺ അല്ല. കേരളത്തെ പോലെയല്ല തമിഴ്നാട് കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ ഒരു സ്ഥലത്ത് ആളുകൾ താമസിക്കും, ബാക്കി സ്ഥലമെല്ലാം കൃഷിക്കൊക്കെ ഉപയോഗിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൃഷിസ്ഥലമെന്നോ ആളുകൾ താമസിക്കുന്ന സ്ഥലമെന്നോ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. റോഡിൻ്റെ സൈഡിലെല്ലാം ആളുകൾ താമസിക്കുന്നുണ്ട് ഇവിടെ. തമിഴ്നാട്ടിൽ അങ്ങനെ. ഇപ്പം ഇവിടെ നമ്മൾ മധുരയ്ക്ക് പോയി കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം ഒരു മനുഷ്യൻ താമസമില്ല ആ NH വഴി പോയി കഴിഞ്ഞാൽ. പിന്നെ ബൈപ്പാസ് വഴി നമ്മൾ പോകുന്നതല്ലേ. അതേസമയം കേരളത്തിൽ അങ്ങനെ ഒരു 5 കിലോമീറ്ററെങ്കിലും ആൾ താമസമില്ലാത്തൊരു സ്ഥലം എടുക്കാൻ പറ്റില്ല. നദികളുടെ ചുറ്റും ആൾ താമസമുണ്ട്. എല്ലാ പട്ടണങ്ങളും രൂപീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? 41 നദികളുടെ തീരത്ത് തന്നെയാണ് പട്ടണങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. അവിടെ അതുപോലെ നമ്മൾ ഭൂപടം നോക്കുമ്പോൾ, ഞാൻ ഇതും കൂടെ നോക്കുന്ന ആളാണല്ലോ, ഭൂപടം നോക്കുമ്പോൾ അവിടുത്തെ നദികൾ പലതും ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ അത് പറ്റില്ല. കേരളത്തിൽ മലനാട്, ഇടനാട് തീരപ്രദേശം, മലനാട്ടിൽ നിന്ന് കൊച്ചു കൊച്ചു തോടുകൾ ഉത്ഭവിച്ച്, ഒറ്റ തോടൊന്നുമല്ല ഉത്ഭവിച്ച്, V-ഷേപ്പ്ഡ്, നമ്മൾ ഈ കോളർ കട്ടിയില്ലേ, V-ഷേപ്പ്ഡ് ആയിട്ടുള്ള നദികളാണ് ഉണ്ടാകുന്നത്. അത് കുറച്ച് മലനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടനാട് എത്തിക്കഴിയുമ്പോൾ കുറച്ച് വീതി പിന്നെ സ്ലോപ്പ് കുറയുമ്പോൾ നദി എന്തെന്ന് തുടങ്ങും? ഒരുപാട് വെള്ളം ഇങ്ങ് ചാടി വരുന്നതുകൊണ്ട് നേരെ ഇഞ്ഞ് പോകാതെ വളയും, ഇതുപോലെയൊക്കെ വളയും. അതാണ് U-ഷേപ്പ്ഡ് ആവും നദി. നല്ല രസമാണ്. U-ഷേപ്പ്ഡ് ആയിട്ട് വീണ്ടും ശകലം കൂടെ എന്ത് ചെയ്യുമ്പോൾ തിരക്കം കുറയും. സ്പോർട്സ് പറയുമ്പോൾ അത് നിരന്നൊഴുകും. അപ്പോൾ V-ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു താഴ്വരയിൽ നിന്ന് വെള്ളം ചാടുന്നു, ഒരു U-ഷേപ്പ്ഡിൽ കറങ്ങുന്നു, പിന്നെ എങ്ങനെ പോകുന്നു? നേരെ പോകുന്നു. ഇങ്ങനെ ഒന്നും അല്ല നെതർലാൻഡ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മലനാട്ടിൽ ഈ V-ഷേപ്പ്ഡ് ആയിട്ടുള്ള കുത്തനെ വീഴുന്നത് കൊണ്ട് അവിടെ നിരപ്പായ ഒരു സമതലം ഉണ്ടാക്കി എന്ത് ചെയ്യാൻ പറ്റില്ല? റൂം ഫോർ റിവർ ചെയ്യാൻ പറ്റില്ല. ഇടനാട്ടിൽ വന്നാലോ? ഇടനാട്ടിൽ ഈ വളയുന്നു എന്ന് മാത്രമല്ല, ഇടനാട്ടിലാണ് മുഴുവൻ നമ്മുടെ ആളുതാമസവും പട്ടണവും നഗരവും പാലവും എല്ലാം ഇടനാട്ടിലാണുള്ളത്. അതെല്ലാം മാറ്റാൻ നമുക്ക് പ്രായോഗികമാണോ? അല്ല. തീരത്ത് വരുമ്പോഴുള്ള കുഴപ്പം, തീരത്ത് ഇപ്പോൾ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ 2 പ്രശ്നം വരും. ഞാനിത് അന്നേ പറയുന്ന ആളാണ്. ഈ റൂം ഫോർ റിവർ എന്ന കൺസെപ്റ്റ് ഗവൺമെൻറ് വച്ച സമയത്തേ പറയുന്ന ആളാണ്. മുഴുവൻ വെള്ളവും മലനാട്ടിൽ നിന്ന് ഇടനാട്ടിൽ നമ്മൾ കുട്ടനാട്ട് കൊണ്ടുവന്ന് വയ്ക്കുക, അല്ലെങ്കിൽ താഴെ കൊണ്ടുവന്നെന്ന് വിചാരിക്കുക.
അവിടെ പ്രളയം ഉണ്ടാവും. ഇനി വേറൊരു പ്രശ്നമുണ്ട്. 2018 പ്രളയം ഉണ്ടായ എന്തുകൊണ്ടാണ്? മുകളിൽ നിന്ന് വെള്ളം വരികയും ചെയ്യുന്നു, ടൈഡൽ എഫക്റ്റ് ഉണ്ടായി, വേലിയേറ്റം ഉണ്ടായി. വേലിയേറ്റം ഉണ്ടാകുമ്പോൾ കുഴപ്പം എന്താണ്? കടലിലേക്ക് വെള്ളം ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. വെള്ളം അകത്തോട്ട് പ്രഷർ ചെയ്ത് നിൽക്കും. അപ്പോൾ കടലിലെ വെള്ളം അകത്തോട്ട് പ്രഷർ ചെയ്ത് നിൽക്കുന്നു. മുകളിൽ നിന്ന് നമ്മൾ എല്ലാ വെള്ളവും കൂടെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നു? കടലിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ട് അവിടെ പ്രളയം ഉണ്ടാവും. അപ്പോൾ ഇത് കേരളത്തിൽ എന്തല്ല, പ്രാക്ടിക്കൽ അല്ല. ഒരു കാരണവശാലും 1 മില്ലിമീറ്ററും പ്രാക്ടിക്കൽ അല്ല. അന്ന് ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം മദ്രാസ് IIT-യിലുള്ള ആളായിരുന്നു. അദ്ദേഹമാണ് പെട്ടെന്ന് എടുത്ത് ആർക്ക് കൊടുക്കുന്നത്? മദ്രാസ് IIT-ക്ക് കൊടുക്കുന്നത്. അവർ വന്ന് പഠിച്ചിട്ട് പറഞ്ഞു ഇതെന്തല്ല, പ്രായോഗികമല്ല. പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പുറത്ത് വിട്ടിട്ടില്ല. മനസ്സിലായി? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 കോടി രൂപ നമുക്ക് നഷ്ടം വന്നുകൊണ്ട് വേണമെങ്കിൽ പറയാം. കാരണം പഠന റിപ്പോർട്ടിലനുസരിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പം നമുക്ക് കേരളത്തിൽ റൂം ഫോർ റിവർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും മഴയുടെ തീവ്രത കൊണ്ടും സെറ്റിൽമെൻറ്റ് പാറ്റേൺ കൊണ്ടും തീരവും കടലുമായുള്ള ബന്ധം കൊണ്ടും ടൈഡൽ എഫക്റ്റ് വരുന്നത് കൊണ്ടും ഒന്നും കേരളത്തിൽ എന്തല്ല, പ്രാക്ടിക്കൽ അല്ല. പിന്നെ ചെയ്യാവുന്നതിൻ്റെ അടുത്ത് വളരെ കുറഞ്ഞ നദികളിൽ, വളരെ ചെറിയ നദികളിൽ വേണമെങ്കിൽ ആൾതാമസമൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ള കുറച്ച് പേരെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? താൽക്കാലികമായി തോടോ വല്ലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക സെറ്റപ്പ് എന്ന് പറയുന്നത് ഒന്നും പ്രാക്ടിക്കൽ അല്ല. ഈ നമ്മുടെ കഴിഞ്ഞ പോഡ്കാസ്റ്റിന്റെ അടിയിൽ വന്ന ഏറ്റവും കൂടുതൽ കമന്റ് എന്ന് പറഞ്ഞാൽ ഈ മണൽ വാരലുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. കൂടുതൽ ആൾക്കാരും അഭിപ്രായപ്പെട്ടത് കേരളത്തിലെ നദികളിൽ മണൽ വാരി കഴിഞ്ഞാൽ തന്നെ പ്രളയത്തിന്റെ ഈ ആധിക്യം കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രളയം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ശരിക്കും അതൊരു യാഥാർത്ഥ്യമാണോ? മണൽ വാരലിനെ സംബന്ധിച്ചും വളരെ ഇതിനെല്ലാം ശാസ്ത്രീയ അടിത്തറയുണ്ട്. ഞാൻ മലയാളികളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം, ഞാൻ ഒരു വ്യക്തിയാകുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്, തിരിച്ച് ഞാനും അങ്ങനെ തന്നെയാണ്. സകലത്തിലും കയറി എന്ത് ചെയ്യും? അഭിപ്രായം പറയലല്ല, ടെക്നിക്കൽ അഭിപ്രായം പറയാം. ഒരു കോമൺ മാൻ എല്ലാത്തിലും അഭിപ്രായം പറയാം, അത് നമ്മുടെ ഒരു അവകാശം. പക്ഷെ സാങ്കേതികമായി പറഞ്ഞോളാം, നമ്മൾ വളരെ സാങ്കേതികമായി പറയുകയും സാങ്കേതികമായി പറഞ്ഞാലും കുഴപ്പമില്ല, അവിടെയും നമുക്കൊരു ജാമ്യം കൊടുക്കാം. സാങ്കേതിക വിദഗ്ധർ പറയുന്നത് ശ്രദ്ധിക്കത്തില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ കേൾക്കും, വക്കീൽ പറഞ്ഞാലും കേസ് ജയിക്കണമല്ലോ. പക്ഷെ ബാക്കിയുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകൾ, ഞാൻ മാത്രമല്ല, നമ്മൾ ഒത്തിരി ആളുകളുണ്ടല്ലോ നാട്ടിൽ, ഒരുപാട് സാങ്കേതിക വൈദഗ്ധ്യരുണ്ടല്ലോ, അവരുടെ വാക്കുകൾക്ക് പലപ്പോഴും ഒരു മുഖവിലേക്ക് എടുക്കാത്തൊരു സമൂഹമാണ് നമ്മൾ. മണൽ വാരലിനെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ നിന്നുള്ള മലയിലെ പാറയും മണ്ണും മണലും എല്ലാം പൊടിഞ്ഞ് വീശയിപ്പിടായോട് പെട്ടെന്ന് വരുന്നത് ആണ് താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, മണലും മറ്റും ഉണ്ടാകുന്നത്. ഇതിന് വർഷങ്ങളെടുക്കും ഇങ്ങനെ ഉണ്ടായി വരാനായിട്ട്. ഈ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതിന് എടുക്കുന്നതിനും ഒരു കണക്കുണ്ട്. പക്ഷെ നമുക്കത് അറിയത്തില്ല. നമുക്കറിയാവുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. പരിസ്ഥിതിവാദം പറയുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിപരമായി പറയുന്ന ആളുകൾ പറയും തുടരുത്, പുഴ തുടരുത്, അത് പുഴയ്ക്കുള്ളതാണ് മണൽ. വികസനവാദികൾ പറയും കംപ്ലീറ്റ് മണലും എന്ത് ചെയ്യാം, എടുക്കാം, അതിൽ ഒരു തുള്ളി മണലും അതിനകത്ത് ഇട്ടേക്കേണ്ട കാര്യമില്ല എന്ന്. ഇത് അപകടമാണ്, 2 അപകടമാണ്. പുഴയ്ക്കൊരു ബേസ് ഫ്ലോ ഉണ്ട്, ഒരു അടിസ്ഥാനപരമായ ഒരു ഒഴുക്കിനൊരു ഫ്ലോ ഉണ്ട്, ഒരു നിരപ്പുണ്ട്, ഒരു മിനിമം ഫ്ലോയും ഉണ്ട്. മിനിമം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? വേനൽക്കാലത്ത് പുഴയിലൂടെ വെള്ളം ഒഴുകി കടലിലോട്ട് ചെന്നില്ലെങ്കിൽ, ഇങ്ങനെ എപ്പോഴും പൊക്കോണ്ടിരുന്നില്ലെങ്കിൽ കടൽ വെള്ളം എവിടെ കയറും? ഇങ്ങോട്ട് കയറും. സെയിം സ്ലോപ്പല്ലേ അവിടെ നദിയുടെ അടുത്ത്, കടലിൻ്റെ അടുത്ത്, ഇങ്ങോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കയറും. അങ്ങനെയാണ് നമുക്ക് വാമനപുരം നദി പോലുള്ള നദികളിൽ കുടിവെള്ള പദ്ധതികൾ പലപ്പോഴും എന്തായി പോകുന്നത്, പമ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഉപ്പുവെള്ളമായിപ്പോൾ പമ്പ് ചെയ്ത്, പമ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അകത്തിഞ്ഞ് കയറിക്കളയും, ഒരുപാട് അകത്ത് കയറിക്കളയും. അപ്പോൾ അതുകൊണ്ട് ഈ മിനിമം ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം, ബേസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനെ കുറേ കഥകളുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മണൽ വാരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മണൽ വാരലുമായി ബന്ധപ്പെട്ട് കേസുകൾ വന്നു, ഒരുപാട് വാരുന്നു എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കേസ് വന്നു, സുപ്രീം കോടതി കേസ് വന്നു, ഗവൺമെൻറ് നിയമമുണ്ടാക്കി, നിയമസഭാ കമ്മിറ്റിയുടെ പഠനം വന്നു. അങ്ങനെ അവസാനം നിർത്തിവെക്കാൻ തീരുമാനിച്ചു, ഇനി എടുക്കണ്ടാന്ന് തീരുമാനിച്ചു. പിന്നെ വലിയ സമ്മർദ്ദമൊക്കെ വന്നതിന് ശേഷം കടവെന്ന് പറയുന്നത് എടുക്കുന്ന സ്ഥലത്തിന് കടവുകൾ കേന്ദ്രീകരിച്ചുള്ള പാസ് കൊടുക്കലായി. പാസ് കൊടുക്കുന്നതിലും അഴിമതിയായിരുന്നു. അപ്പോൾ പിന്നെ പാസ് കൊടുക്കുന്ന അഴിമതിയായപ്പോൾ എന്താ സംഭവിക്കുക? അത് നിർത്തിവെച്ചു. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 2018 കഴിഞ്ഞപ്പോൾ ഒരുപാട് മണലും ഈ സിൽട്ടും വരും, മണലിനോടൊപ്പം സിൽറ്റുണ്ട്, എക്കലുമൊക്കെ അടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പഠന കമ്മിറ്റിയെ വെച്ചു, ഒരു സമിതി വെച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം 30 നദികളിൽ എന്ത് നടത്തി? സാൻഡ് ഓഡിറ്റ് നടത്തി. സാൻഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നദി 100-150 കിലോമീറ്റർ ഉണ്ട്, 100-125 കിലോമീറ്റർ ഉണ്ട്. അത്രയും സ്ഥലത്ത് സാൻഡ് ഇല്ലല്ലോ. സാൻഡ് ഉള്ളൊരു 40-50 കിലോമീറ്റർ ദൂരത്തിൽ 10-30 മീറ്റർ 200 മീറ്റർ വീതിയിൽ 50 കിലോമീറ്റർ നീളത്തിൽ
സാൻഡ് എത്ര ഉണ്ടെന്ന് വേനൽക്കാലത്ത് പരിശോധിച്ചു. മുളയൊക്കെ ഇറക്കി മുളയിൽ അടയാളമൊക്കെ ഇട്ട് പരിശോധിച്ചു. അങ്ങനെ കണ്ടുപിടിച്ച് 17 നദികളിൽ സാൻഡ് എടുക്കാൻ പറ്റുന്നത് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. 27 ലക്ഷം ടൺ സാൻഡ് ഉണ്ടെന്നും കണ്ടുപിടിച്ചു. 41 നദിയുണ്ടേ, 30-ലാണേ പഠനം നടത്തിയത്, 17-ലെ സാൻഡ് ഉള്ളേ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഡേറ്റ നേരത്തെ പറഞ്ഞെടുത്തെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഡേറ്റയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഏത് പുഴയിൽ നിന്ന് എപ്പോൾ ഏത് സീസണിൽ എത്ര മണൽ ആര് എങ്ങനെ ഏത് മെത്തേഡ് അനുസരിച്ച് പല രൂപത്തിൽ മണലെടുക്കാം. ഏത് മെത്തേഡ് അനുസരിച്ച് എടുക്കുന്നു എന്നതിനനുസരിച്ചാണ് ആരുടെ ആയുസ്, പുഴയുടെ ആയുസ്. ഒരുപാട് മണലെടുത്താലുള്ള കുഴപ്പം എന്താണ്? ആഴക്കയം ഉണ്ടാവും. ആഴക്കയം ഉണ്ടാകുന്ന ആളുകൾ മരിക്കുന്ന പോട്ടെ, അതിൻ്റെ അടുത്തുള്ള പാലമൊക്കെ ഇടിഞ്ഞു പോണതും പോട്ടെ, അകത്തോട്ട് എന്ത് കയറും? ഇതിൻ്റെ സൈഡിൽ നമ്മൾ കാണാതെ അടിയിൽ കൂടെ അകത്തോട്ടൊരു ഹോള് പോലെ ഉണ്ടാവും നദിക്ക്. അതുണ്ടായാൽ പിന്നെ കരഭാഗത്ത് എടുത്തുകൊണ്ട് പോകാൻ അതിന്. ഇനി മറ്റതിനേക്കാൾ വലിയൊരു അപകടം വരാൻ പോകുന്നത്, ഇവന് ഒരുപാട് വെള്ളം, മുഴുവൻ വെള്ളം നമ്മൾ ഇളക്കി വിട്ടെന്ന് വയ്ക്കുക. ഈ പറയുന്നത് മണലെല്ലാം എടുത്ത് സിൽറ്റ് എല്ലാം എടുത്ത് മുഴുവൻ വെള്ളം നമ്മൾ കളഞ്ഞു വിട്ടാൽ, ഈ ഇറങ്ങുന്ന വെള്ളം ഒരു പ്രാവശ്യം നദിയിൽ നിന്ന് ഇറങ്ങി പോയാൽ കരയിലുള്ള തൊട്ട് കരയിലുള്ള സ്ലോപ്പ് വ്യത്യാസം ഉള്ളതുകൊണ്ട് തൊട്ട് കരയിലെ വെള്ളം എവിടെ ഇറങ്ങും? ഭൂമിക്കടിയിൽ കൂടെ എവിടെ ഇറങ്ങും? പുഴയിലോട്ട് ഇറങ്ങും, അലിച്ചിറങ്ങും. അതും കൂടെ അങ്ങ് പോയാൽ വേനലിൽ നമ്മളെ കുളങ്ങളിലോ കിണറുകളിലോ ഒരു തുള്ളി വെള്ളവും ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജലമാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒഴുക്കി കളയലല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മണൽ വാരരുതെന്നല്ല. ഇതിനെ ഇക്വേറ്റ് ചെയ്ത് വായിച്ചളയരുത്. മണൽ വാരണം, സിൽറ്റ് വാരണം, പക്ഷെ ഒഴുക്കി കളയലല്ല നമുക്ക് വേണ്ടത്, പരിപാലനമാണ്. പ്രളയകാലത്തെ വെള്ളത്തെ പരമാവധി നദിയിൽ എത്ര കുറച്ച് കൊണ്ടുവരാം, അതാണ് നമ്മളെ ടാർഗറ്റ് എടുക്കേണ്ടത്. അത്രയും കുറച്ച് വന്നാൽ അതിൽ എത്ര നമുക്ക് കളയണം അല്ലെങ്കിൽ കടലിലേക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അതിന് എത്ര മണലെടുക്കണം, ഇങ്ങനെ ചിന്തിച്ചാൽ കരയിൽ നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ചെറിയ ഉദാഹരണം പറയുമ്പോൾ സന്ദീപ് ജിക്ക് അത് മനസ്സിലാവും. പമ്പയാർ, ക്ലാസിക്കലായിട്ട് ഞാൻ പറയാം. പമ്പയാർ എന്ന് പറയുന്നത് 1600ഓളം കൊച്ചു കൊച്ചു തോടുകൾ ചേരുന്നതാണ് ഈ പമ്പയാർ. അല്ല ഒരു ഒറ്റ ആറല്ല, അത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു തോടുകൾ വന്ന് ചേരുന്നതാണ്. ഈ ചേരുന്ന തോടുകളിൽ കുറേ തോടുകൾ എന്ന് പറഞ്ഞാൽ ട്രിബ്യൂട്ടറിയാണ്, അതിലേക്ക് വെള്ളം കൊടുക്കുന്നതാണ്. കുറച്ച് ഡിസ്ട്രിബ്യൂട്ടറിയാണ്, അതിൽ നിന്ന് വെള്ളം എടുക്കുന്നതാണ്. അപ്പോൾ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന തോടുകളിൽ നല്ലൊരു ശതമാനവും തൂർത്തുപോയി. ഇങ്ങനെ മണ്ണും സിൽറ്റും എല്ലാം ഈ മണലൊക്കെ തന്നെ കയറി കിടക്കുന്നു, ആളുകൾ കയ്യേറി. ഇതിലൊക്കെ വെള്ളം നിൽക്കാതെ വന്നപ്പോഴാണ് വെള്ളം എവിടെ പെട്ടെന്ന് ചാടി വരുന്നത്? പമ്പയാറ്റിൽ കയറി വരുന്നത്. ഇനി വയലുകളുണ്ടായിരുന്നു ഇതിൻ്റെ കരയിൽ. റൂമാണ്, റൂം ഫോർ റിവറിൻ്റെ പ്രകൃതിയുടെ റൂമാണ് ഏത്? വയലുകൾ. പ്രകൃതിയുടെ റൂമാണ് കുളം. അപ്പം വയലുകൾ 10 സെൻറ്റ് വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളം കിടക്കും 8-9 മാസം. അപ്പോൾ വയലെല്ലാം നമ്മൾ നികത്തി. 8 ലക്ഷം ഹെക്ടർ വയലുണ്ടായിരുന്നതിനെ നെല്ല് കൃഷി ചെയ്തിരുന്നിടത്തുനിന്ന് 1 ലക്ഷം ഹെക്ടറായി. അപ്പം യഥാർത്ഥ പ്രകൃതിയുടെ റൂമിനെ നമ്മൾ കളഞ്ഞു, കുളം നമ്മൾ കളഞ്ഞു, നദികളിലൂടെ തോടുകളിലൂടെ പോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അപ്പോൾ പിന്നെ അധിക വെള്ളം എവിടെ വരും? പെട്ടെന്ന് പുഴയിൽ വരും. പുഴയിൽ വന്ന് ചാടിക്കളഞ്ഞാൽ, അതിനെ ചാടിച്ച് കളഞ്ഞാൽ, നമുക്ക് കംപ്ലീറ്റ് ചാടിച്ച് കളഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വേനലിൽ പ്രശ്നം ഉണ്ടാവും. ഇനി അല്ലാതെ നമ്മൾ ശ്രമിക്കുമ്പോഴും കടലിലെ വെള്ളം ഇങ്ങോട്ട് അകത്തോട്ട് കയറാൻ സമ്മർദ്ദപ്പെടുത്തി നിൽക്കുകയാണെങ്കിൽ പ്രളയം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മണലെടുക്കരുതെന്നുള്ള വാദമല്ല ഞാൻ പറയുന്നത്. സിൽറ്റ് മാറ്റണം. വേമ്പനാട് കായലിലടക്കം ഒരുപാട് സിൽറ്റ് ഈ അടിഞ്ഞു കിടപ്പുണ്ട്, അത് കുറേ മാറ്റണം. പക്ഷേ എത്ര മാറ്റാം, എവിടെ നിന്ന് മാറ്റാം? സമ്മർ സീസണിലാണ് ഇത് കൂടുതൽ മാറ്റുന്നത്. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഉടനെ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ഉടനെ എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ നമുക്ക് ഉടനെ ചെയ്യാൻ പറ്റില്ല, കാരണം വേനലേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വളരെ ശാസ്ത്രീയമായ എന്തുണ്ട്? അറിവുണ്ട്. അപ്പോൾ എനിക്ക് കേരള സമൂഹത്തോട് പറയാനുള്ളത്, ഈ അതിൽ കള്ളന്മാരുണ്ട്, എല്ലാറ്റിലും കള്ളന്മാരുണ്ട്, അതിനകത്ത് കള്ളന്മാരുണ്ട്, ജോലി ചെയ്യാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ശാസ്ത്ര സമൂഹം പറയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യണം? ഉൾക്കൊള്ളാൻ ഒന്ന് ശ്രമം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മലനാട്ടിൽ നിന്ന് എത്ര മണ്ണെടുക്കാം? എടുക്കാൻ പാടില്ല. ഇടനാട്ടിലെത്തുമ്പോൾ കുറച്ചെടുക്കാം. തീരത്തെത്തുമ്പോൾ കുറച്ചെടുക്കാം. അത് ഏത് പുഴയിൽ നിന്ന് എടുക്കുക? ഇപ്പം കല്ലടയാറിൽ നിന്ന് എടുക്കാൻ മണലില്ല എന്നാണ് പഠന റിപ്പോർട്ട്. പഴയ റിപ്പോർട്ടാണ്, 2018-ലാണ്. അതേസമയം ഇപ്പം ചിലപ്പോൾ അറിയില്ല നമുക്ക്. അതേസമയം ഭാരതപ്പുഴയിൽ നിന്ന് എടുക്കാം, കുറേ എടുക്കാം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. അപ്പം ചിലതെന്ന് എടുക്കാം, ചിലതെന്ന് എടുത്തുകൂടാ. ചില സ്ഥലത്ത് എടുക്കാം, ചില സ്ഥലത്ത് എടുത്തുകൂടാ. ഇതിനെ സംബന്ധിച്ച് നമുക്ക് എന്തുണ്ടാവണം? വളരെ കൃത്യമായ ഓഡിറ്റ് നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ദീർഘകാലത്തിൽ എന്ത് സംഭവിക്കും? നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ഒരു ബൈക്ക് ഓടിച്ചോ കാർ ഓടിച്ചോ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് എവിടെ വിടുന്നു? പെട്രോൾ ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഈ അന്തരീക്ഷത്തിൽ വിട്ടാൽ 50 മുതൽ 500 വർഷം എടുക്കും അത് ഡീസെറ്റിലായി എവിടെ പോകാൻ, അതിൻ്റെ എഫക്റ്റ് ഇല്ലാതാവാൻ. 50 മുതൽ 500 വർഷം. ഞാൻ ജീവിച്ചിരിക്കുന്ന എത്ര വർഷമായിരിക്കും?
അപ്പോൾ എൻ്റെ ജീവിതകാലത്ത് പോലും ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ പ്രകൃതിയെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഒരു നദിയെ ഇങ്ങനെ വല്ലാതെ കൊന്നാൽ 5 വർഷം 10 വർഷം കഴിഞ്ഞായിരിക്കും അത് എന്ത് തരുന്നത്, നമുക്ക് എന്ത് തരുന്നത്, അതിന്റെ പക നമ്മളോട് വീട്ടുന്നത്. അത് നമ്മൾ പക വീട്ടലെന്ന് പറഞ്ഞുകൂടാ, അങ്ങനെ തന്നെ പറയണം. പ്രകൃതിയോട് ചെയ്യുന്ന ഏത് ദ്രോഹത്തിനും പ്രകൃതി തിരിച്ച് പക വീട്ടില്ല. അപ്പം അത് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ജീവിക്കാം. ഞാൻ എപ്പോഴും ഞാൻ പരിസ്ഥിതി, എന്നെ പലപ്പോഴും പരിചയപ്പെടുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, പരിസ്ഥിതി ഗവേഷകൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഞാൻ പരിസ്ഥിതി ഫണ്ടമെന്റലിസ്റ്റ് അല്ല, വരട്ട് തത്വവാദമല്ല എനിക്കുള്ള. ഒന്നും തുടരുത്, പരിസ്ഥിതി തുടരരുത്. മനുഷ്യർ പ്രകൃതിയോട് മല്ലടിച്ച്, പ്രകൃതിയോട് പിന്നെന്താണ് ബഹളമുണ്ടാക്കി, വഴക്കുണ്ടാക്കി തന്നെയാണ് മനുഷ്യൻ എവിടെ എത്തിയത്, ഈ വളർച്ചയിൽ എത്തിയത്. കാട്ടിൽ ജീവിച്ച മനുഷ്യൻ നാട്ടിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ തണുപ്പ് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഗുഹകളിൽ താമസിച്ചു, ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, മരങ്ങളുടെ മണ്ടേ കയറിയിരുന്നു. നമ്മൾ ആലോചിച്ചോണം, മൃഗങ്ങൾ അവിടെ നിന്നാണ് ഓടുന്ന വെള്ളത്തെ നടത്തി, അതിനെ കറണ്ടാക്കി, ചാടിച്ച് കറണ്ടാക്കി, പിന്നെ അതിൽ എന്തുണ്ടാക്കി, കൃഷിക്ക് കൊണ്ടുപോയി കല്ലുകൾ കൂട്ടിയെറിഞ്ഞ് തീയുണ്ടാക്കി, പിന്നെ തീക്കുണ്ടത്തിൽ നിന്ന് ആണവ റിയാക്ടർ കണ്ടുപിടിച്ചു, വിവര വിജ്ഞാന വിസ്ഫോടനം തന്നെ ഉണ്ടാക്കി മനുഷ്യർ. ഇതേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനെന്തുണ്ട്, ഒരു പരിധിയുണ്ട്. ഭക്ഷണം ബൊഫെ മുമ്പിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ച്, ബൊഫെ ഫ്രീ ആണ്, ബൊഫയാണ്, പക്ഷെ എന്ത് ചെയ്ത് കളയരുത്, അത്രയും വാരി കളിച്ചല്ലേ, ശരീരം നോക്കി കഴിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട്. സാർ ഇതിനകത്തെ അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് 1-2 ദിവസത്തെ മഴ, അല്ലെങ്കിൽ മാക്സിമം ഒരു 3 ദിവസത്തെ മഴ കൊണ്ടാണ് നമുക്ക് പ്രളയം ഉണ്ടായത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഒരു വലിയ കാര്യമായ മഴയൊന്നും ഉണ്ടായിട്ടില്ല. മഴയുടെ അളവ് വളരെ കുറവാണ്. പിന്നെ ഒരു വെള്ളപ്പൊക്കം നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും സാധിച്ചിട്ടില്ല. ശരിക്കും ഈ മഴ എന്ന് പറയുന്ന വലിയ മഴ പെയ്യുമ്പോൾ പ്രളയം ഉണ്ടാകുന്നു. പിന്നീട് അങ്ങോട്ട് മഴയേ ഇല്ല, ചൂട് കാലാവസ്ഥ അങ്ങോട്ട് മാറുന്നു. ഇതെന്തൊരു വല്ലാത്തൊരു ഒരു വിചിത്രമായ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇപ്പം. ഇതിനകത്തൊരു പ്രശ്നം വരാം. അതായത് നിങ്ങൾ തുടർച്ചയായി ചൂടുവെള്ളം പച്ചവെള്ളം കുടിച്ച് നോക്കുക. ബോഡി പറയണം, മനുഷ്യൻ്റെ ബോഡി ചൂടുവെള്ളം കുടിക്കുന്നു, പച്ചവെള്ളം കുടിക്കും, ഇങ്ങനെ കുടിച്ച് നോക്കുക. കുറച്ച് കഴിയുമ്പോൾ ബോഡി സെറ്റാവും. എങ്ങനെ അങ്ങ് അപ്സെറ്റാവും ബോഡി. കാരണം നമ്മൾ പിന്നെ ഉദാഹരണം, എന്തിനാണ് ഈ കർക്കിടക ചികിത്സ വന്നതെന്നറിയാം. അത് പറയുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും. കർക്കിടക ചികിത്സ വന്നതെന്താണ്, ചൂടുകാലം കഴിഞ്ഞ് അങ്ങ് മഴ വരികയാണ്. അപ്പം അന്തരീക്ഷത്തിന് വലിയ മാറ്റം ഉണ്ടാവും. ഈ മാറ്റത്തിനെ ബോഡിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഞ്ഞി കുടിക്കുക, അങ്ങനെ ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ചിക്കനൊക്കെ കുറച്ച് കഴിക്കാന്നൊക്കെ പറയണത്. ആ ബോഡി ഒന്ന് അക്കസ്റ്റംഡ് ചെയ്യുക, അതാണ് കറക്റ്റ് വാക്ക്, ഒന്ന് അക്കസ്റ്റംഡ് ആവണം ഇതുമായിട്ട്. അപ്പം നമ്മൾ മഴക്കാലം അക്കസ്റ്റംഡ് കുറച്ച് ദിവസം സമ്മതിച്ചു. അപ്പോഴാണ് വേനൽ വന്നാൽ അതിൽ നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ നമുക്കൊരു അസ്വസ്ഥതയൊക്കെയായി, പിന്നെ അക്കസ്റ്റംഡ് ആവും. ഇതിപ്പോൾ നമുക്ക് ഒരെണ്ണത്തിനോട് സെറ്റിൽ ചെയ്യാനും അക്കസ്റ്റംഡ് ആവാനുള്ള എന്തില്ല, ടൈമില്ല. ഈ ടൈം ഗ്യാപ്പ് ഇല്ലാതെ വന്നാൽ, അടിക്കടി ഇങ്ങനെ കണ്ടിന്യൂസ് വന്നാൽ അത് ഡെസേർട്ടാവും. ഇത് ഞാൻ പറയുന്നതല്ല, സയൻസ് പറയുന്നതാണ്. അപ്പം കാര്യം എന്താണ്, ജീവജാലങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം മണ്ണിര, നമ്മളിതെല്ലാം പറയുമ്പോഴും നമ്മൾ ഈ പ്രകൃതിയുടെ നല്ല രസമാണ്. അത് എപ്പോഴെങ്കിലും നമുക്കൊരു എപ്പിസോഡ് ചെയ്യണം കേട്ടോ, എൻ്റെ ഒരു ആഗ്രഹമാണ്. ഈ പ്രകൃതിയുടെ ചില വികൃതികളുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കോപം എന്ന് പറഞ്ഞാൽ എന്താ വികൃതി, മണ്ണിര ഇല്ലെങ്കിൽ ഈ ഭൂമിയില്ല. ഈ ഭൂമിയെ ഭൂമിയാക്കി നിർത്തുന്നത് മണ്ണിരയാണ്. പൂമ്പാറ്റ ഇല്ലെങ്കിൽ നമുക്ക് ആഹാരമില്ല. പരാഗണവും പരപരാഗണവും ഒക്കെ നടത്തി ഇങ്ങനെ നമുക്ക് ആഹാരമൊക്കെ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് പൂമ്പാറ്റയാണ്, തേനീച്ച. അപ്പോൾ പ്രകൃതി ഭയങ്കര സംഭവമാണ്, വളരെ വലിയ സംഭവമാണ്. നമ്മൾ കാണുന്ന പോലുമില്ല. ഉറുമ്പിന് തൻ്റെ ശരീരത്തേക്കാൾ 8 ഇരട്ടി ആഹാരം എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ആനയ്ക്കോ നമുക്കൊന്നും പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിൽ 8 ഇരട്ടി ആഹാരം എങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത്? അപ്പോൾ വളരെ രസമാണ്. നമ്മൾ പ്രകൃതിയുടെ ചില കഥകൾ നോക്കിയാൽ, ഉറുമ്പിങ്ങനെ വരിവരിയായിട്ടാകുമ്പോൾ നമ്മൾ ഒന്നിങ്ങനെ ചൂടാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ വരച്ച് ചൂടാക്കിയാൽ ഉറുമ്പ് പിന്നെ തിരിച്ചു പോകുമ്പോൾ അടുത്ത ഉറുമ്പിനെ തട്ടിയാണ് പോകുന്നത്. ഇതാരാ പറഞ്ഞു കൊടുക്കണേ? കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇൻ്റർനെറ്റ്. നമ്മൾ പറയണ ഇൻ്റർനെറ്റ് അല്ല, ആ ഉറുമ്പിൻ്റെ ആണ് ഇൻ്റർനെറ്റ്. അപ്പോൾ അത്ര ഭയങ്കര മൈന്യൂട്ടാണ് പ്രകൃതി. ഒരു വൈറസ് വന്നപ്പോൾ ലോകം മുഴുവൻ നിന്ന് കിടുങ്ങി. അപ്പോൾ അത്ര മൈന്യൂട്ടായിട്ടുള്ള ഈ പ്രകൃതിയിൽ ഇതിനെ കീഴടക്കി തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയത്, ഒരു തർക്കമില്ല. പക്ഷേ നമ്മൾ വെട്ടുന്നതിനും കണക്കുന്നതിനും ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം, 1700 വരെ മനുഷ്യൻ്റെ ഇടപെടലില്ലാതെയാണ് ഭൂമി ചൂട് കൂടിക്കൊണ്ടിരുന്നതെങ്കിൽ 700 ശേഷം നമ്മൾ പഠിച്ചിരിക്കുന്നു 100-300 വർഷക്കാലം കൊണ്ട് നമ്മളുടെ ഇടപെടൽ കൊണ്ട് കൂടി എന്ത് സംഭവിക്കുന്നു, ഭൂമിക്ക് മാറ്റമുണ്ടാകുന്നു. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അടിക്കടി മഴയും വെയിലും മാറി മാറി വന്നാൽ നമ്മുടെ സസ്യജാല സമ്പത്തിനോ മൃഗസമ്പത്തിനോ മനുഷ്യർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് അസുഖങ്ങൾ വരും, ബോഡിക്ക് വളരെ പെട്ടെന്ന് അസുഖങ്ങൾ വരും. അപ്പോൾ ഞാൻ കാണുന്ന കേരളം, ദുരന്തങ്ങൾ നോർമലാവുന്നു, അത് നമ്മുടെ ഒരു വലിയ ആശങ്കയാണ്. പ്രളയം ഇങ്ങനെ അടിക്കടി വരുന്നു, വരൾച്ച അടിക്കടി വരുന്നു. അതിനേക്കാൾ ഞാൻ ആശങ്കപ്പെടുന്ന മറ്റൊരു കേരളം, വരാനിരിക്കുന്നൊരു കേരളം രോഗാതുരതയുടെ ഒരു കേരളമായിരിക്കും.
എന്ന് പറഞ്ഞാൽ പനികളും അതും ഇതൊക്കെ വരുന്ന പ്ലേഗ് വന്നതേ ഒരു ദിവസം കൊണ്ടല്ല സൂറത്തിൽ. എത്രയോ വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവിടെ പ്ലേഗ് എന്ന് പറയുന്ന സംവിധാനം. അല്ല ഒരു ദിവസം രാവിലെ കയറി പ്ലേഗ് വന്നതല്ല. അതുപോലെ നമ്മൾ ഈ കാണിക്കുന്ന മാലിന്യ സംസ്കരണത്തിലുള്ള ശാസ്ത്രീയത, ഇത് പുഴയിലേക്ക് വലിച്ചെറിയുന്ന എല്ലാ പുഴകളും മലിനമാണ്. അങ്ങനെ ഭൂമിയെ ഇങ്ങനെ നമ്മൾ മലിനമാക്കിക്കൊണ്ട് പോകുന്നതിൻ്റെ വേറൊരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അത് അസുഖങ്ങളുടെ രൂപത്തിലായിരിക്കും. അപ്പോൾ ഞാൻ സാറിൻ്റെ കഴിഞ്ഞ ഒരു ആർട്ടിക്കിൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. സാർ ഒരു ലേഖനം ഒരു പത്രത്തിൽ എഴുതിയാണ്. അതായത് ദുരന്ത നിവാരണത്തിന് കഴിഞ്ഞ പിണറായി സർക്കാർ നഷ്ടപ്പെടുത്തിയത് 10 വർഷങ്ങളാണെന്ന് സാർ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. എന്താണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? ഞാൻ ഒരു ആരോപണം പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഗവൺമെൻറ് എന്ത് ചെയ്തില്ല? നടപ്പിലാക്കിയില്ല. അത്രേ ഞാൻ പറഞ്ഞോളൂ. റൂം ഫോർ റിവർ ശരിയോ തെറ്റോ ഇതുവരെ കേരള സമൂഹത്തോട് എന്ത് ചെയ്തിട്ടില്ല? തുറന്നു പറഞ്ഞിട്ടില്ല. ഇത് ശരിയാണ് അല്ലെ ചെയ്യാൻ പറ്റിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. നീന്തൽ പഠിപ്പിച്ചോ? ഇല്ല. ദുരന്ത നിവാരണ സേന താഴെത്തട്ടിൽ പഞ്ചായത്തിൽ ദുരന്ത നിവാരണ സേന ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ദുരന്ത നിവാരണ സേന ഉണ്ടോ? എങ്കിൽ പിന്നെ അവരെ കാണണ്ടേ? പിന്നെ റീബിൽഡ് കേരള 2000 ഞാൻ മിനിമമാണ് പറയണം, 2000 പേജിനപ്പുറം ഉള്ള റിപ്പോർട്ടിറക്കി ഇംഗ്ലീഷിൽ. മനോഹരമായ റിപ്പോർട്ടാണ്. വേൾഡ് ബാങ്കിൻ്റെ നമ്മുടെ പ്രളയം കഴിഞ്ഞ 2012 പ്രളയം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തെ മുഴുവൻ ഹോട്ടലുകളിലും തിരക്കാണ്. സ്റ്റാർ ഹോട്ടലിലൊന്നും റൂം കിട്ടത്തില്ല. കാരണം ADB-ക്കാർ, വേൾഡ് ബാങ്ക്, IMF, IIT-ക്കാർ, ഒരു പ്രളയമായിരുന്നു ഇവിടെ. സെക്രട്ടേറിയറ്റിൽ വേൾഡ് ബാങ്കുകാർക്ക് എന്ത് കൊടുത്തു? ഓഫീസ് കൊടുത്തു കേരളത്തെ റീബിൽഡ് ചെയ്യാൻ. എവിടെയാണ് റീബിൽഡ് ചെയ്തത്? കുറച്ച് റോഡ് കെട്ടിയെന്നോ പാലം കെട്ടിയെന്നോ സ്കൂൾ കെട്ടിയെന്നോ പറയുന്നതല്ലാതെ ഒരു വാർണിംഗ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞോ? 10 വർഷമായിട്ട് ഉണ്ടാക്കണ്ടേ? IMD കിട്ടുന്ന ഡേറ്റ അതുപോലെ മലയാളത്തിലേക്ക് താഴോട്ട് കൊടുത്താൽ എങ്ങനെയാണ്? ഒരു ജില്ലയ്ക്കാകെ ഒരു ഡേറ്റ കൊടുത്താൽ, ഒരു ജില്ലയ്ക്കല്ലേ റെഡ് അലർട്ട്, ആ ജില്ലയിലെ തീരം മുതൽ മലനാട് വരെ. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു റെഡ് അലർട്ട് കിട്ടിയാൽ പൂവാറിലുള്ള ആളുകൾ മുതൽ അമ്പൂരിലുള്ള ആളുകൾ വരെ മാറി താമസിക്കണോ? അങ്ങനെ പറ്റൂലല്ലോ. അപ്പോൾ എവിടെയുള്ളവർ മാറണം, എപ്പോൾ മാറണം, എവിടെയാണ് കൂടുതൽ മഴ പെയ്യുക എന്നുള്ള വിവരം ജനങ്ങൾക്ക് കൊടുക്കണ്ടേ? അപ്പോൾ അലർട്ടിൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ ചിന്തിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും സർക്കാർ പറഞ്ഞതും പിന്നെ ചെയ്യേണ്ടിയിരുന്നതുമായ കാര്യങ്ങൾ ചെയ്യാൻ കിട്ടിയ അവസരത്തെ എന്ത് ചെയ്തില്ല? പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ദുരന്ത നിവാരണ അതോറിറ്റി ഞാൻ ആ ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ ഇത് പറയുന്നു. 72-73 സ്റ്റാഫുണ്ട് അവിടെ. 2 പേരേ സ്ഥിരമുള്ളൂ. 2 പേര്. ബാക്കിയുള്ളവരെല്ലാം എന്താണ്? താൽക്കാലിക ജീവനക്കാരാണ്. ഇനിയും ഉണ്ടൊരു പ്രശ്നം, അവരെല്ലാം ചെറുപ്പക്കാരാണ്. അപ്പോൾ ചോദിക്കും നല്ലതല്ലേ? ചെറുപ്പക്കാർ നല്ലതാണ്, പക്ഷേ ഏത് സിസ്റ്റം നിങ്ങളെടുത്താൽ, ഇവിടെ തന്നെ ന്യൂസ് 8 നിങ്ങൾ എടുത്തു നോക്കൂ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ, പ്രായം ഉള്ള കുറച്ച് ആളുകൾ, ചെറുപ്പക്കാർ, വളരെ ന്യൂജനായിട്ട്, ഇങ്ങനെയല്ലേ ഒരു സിസ്റ്റം വളർത്തിയെടുക്കുന്നത്? അപ്പോൾ അങ്ങനെയാണ് ഡിസിഷൻ വരുന്നത്. അങ്ങനെ മിക്സഡ് ഗ്രൂപ്പിൽ നിന്നാണ് നല്ല ഡിസിഷൻസ് വരുന്നത്. ഇതല്ല. ഒരു വ്യക്തി, എനിക്ക് വ്യക്തികളോടൊന്നും ഒരു എതിർപ്പില്ല. ഒരു വ്യക്തിക്ക് 3 പോസ്റ്റ് ഉണ്ട്. അവിടെ ഗവേഷണം നടക്കണമെന്നാണ് ഒരു പോസ്റ്റിൻ്റെ ജോലി. എമർജൻസി ഓഫീസർ എന്നാണ്, ഓപ്പറേഷനാണ് ഒരു പോസ്റ്റിൻ്റെ പോസ്റ്റ്. മെമ്പർ സെക്രട്ടറി എന്നുള്ള. ഇതെങ്ങനെയാണ് എല്ലാം കൂടി ഒരാൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അവിടെ സബ് കമ്മിറ്റികൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. 1ാമത്തെ പ്രളയം വന്നപ്പോഴേ നമ്മൾ പറഞ്ഞു ദുരന്ത നിവാരണ അതോറിറ്റി ശക്തിപ്പെടുത്തുമെന്ന്. പിന്നെ ഉരുൾപൊട്ടൽ വന്നല്ലോ, ശക്തിപ്പെടുത്തിയോ? പിന്നെ ഉരുൾപൊട്ടൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഇരുന്ന് നമ്മുടെ അപർണ ഇപ്പം ബിഗ് ന്യൂസിലല്ലേ പറയും, അപർണയും പിന്നെ നമ്മുടെ മഞ്ജുഷ ആങ്കറാണല്ലോ, മഞ്ജുഷും അകർണയും മിനിസ്റ്ററോട് ഇവിടെ ഇരുന്നിട്ട്, മിനിസ്റ്റർ ലൈനിലുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ടൗൺഷിപ്പ് ഉണ്ടാക്കണമെന്ന് ആദ്യം പറഞ്ഞ ഞാനാണ്. നമ്മൾ ന്യൂസ് 18 വഴിയാണ് ആദ്യം വാർത്ത പുറത്തു വിടുന്നത്. അന്ന് പലരും അത് എതിർത്തു. ടൗൺഷിപ്പോ? അതൊന്നും പ്രായോഗികമല്ല, അവർ കർഷകരാണ്, അവരങ്ങനെ ടൗൺഷിപ്പിലൊന്നും വന്നാൽ മതി. പക്ഷേ ഗവൺമെൻറ് ടൗൺഷിപ്പ് എടുത്തു. ഭയങ്കര സന്തോഷമായി നമുക്ക്. ആ ടൗൺഷിപ്പ് എന്തേ ഇതുവരെ ഒരു ടൗൺഷിപ്പാക്കി മാറ്റാൻ പറ്റാത്തത്? 2 വർഷമായല്ലോ. അല്ല, 2 വർഷത്തിൽ 1.25 വർഷവും കിട്ടിയത് ആർക്കാണ്? ഇടതുപക്ഷത്തിനല്ലേ? കെ വേണു IAS റവന്യൂ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് പ്രളയം വന്നത്. ആ കെ വേണു IAS റിട്ടയർ ആയതിനു ശേഷം ഈ നമ്മുടെ ഇവിടുത്തെ, ഞാനിപ്പോൾ അപർണയുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് കാണും, ന്യൂസ് 18-ലാണ്, വേറെ ഒന്നുമില്ല. അപർണയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, പോഡ്കാസ്റ്റിൽ അത് ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ വേണു പറയുന്നുണ്ട്, കെ വേണു IAS പറയുന്നുണ്ട്, ഡാം തുറന്നതിൽ നമുക്ക് തെറ്റുപറ്റി. അതേസമയം കോടതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? ഡാം തുറന്നതിൽ ഒരു കുഴപ്പവും ഇല്ല. ഇതാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അപ്പം ഇനി ഈ റൂം ഫോർ റിവർ ഞാൻ ഈ പറഞ്ഞല്ലോ,
ഈ പറഞ്ഞ കാര്യം ഞാൻ ഇവിടുത്തെ ശാസ്ത്ര സമൂഹത്തോട് ഞാൻ 4-5 സ്ഥാപനങ്ങളിൽ സയൻറ്റിഫിക് ഡിവിഷനിൽ ജോലി ചെയ്ത ആളാണ്. ഞാൻ എൻ്റെ സീനിയറായിട്ടുള്ളവരോട് ജൂനിയറോട് ചോദിച്ചിട്ട് കാര്യമില്ല, സീനിയേഴ്സിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് റൂം ഫോർ റിവറിൽ ഞാൻ പറയുന്നതല്ലേ ശരി? അപ്പോൾ പറഞ്ഞു സുഭാഷ് പറയുന്നതാണ് ശരി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിത് സർക്കാരിനോട് പറയണ്ടേ? നിങ്ങൾ ഇവിടുത്തെ കമ്മിറ്റികളിലുള്ളവരല്ലേ, നിങ്ങൾ ഡയറക്ടർ പല പല പോസ്റ്റിലിരിക്കുന്നവരല്ലേ, നിങ്ങൾ ആരെങ്കിലും സി എമ്മിനോട് പറയണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു റിപ്പോർട്ട് പറയണ്ടേ? ഇത് നോട്ട് പ്രാക്ടിക്കൽ കേരളത്തിൽ. അപ്പോൾ അവർ പറഞ്ഞെന്താണ്, ഞങ്ങളുടെ പൊസിഷൻ പോകും. അല്ലെ എങ്ങനെയാണ് സി എം നെതർലാൻഡിൽ പോയി പഠിച്ചുകൊണ്ട് വരുന്നു, IIT പോയി പഠിക്കുന്നു, ഇവിടെ വേണ്ട ഉത്സവമല്ലേ, ആ ഉത്സവത്തിനിടെ ഞങ്ങൾ ചെന്ന് പറയട്ടാ ഇത് പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തല പോവും. പറഞ്ഞോ? ആരും പറഞ്ഞില്ല. എന്താ സംഭവിക്കുന്നത്? കോറി, നമ്മൾ വളരെ സീരിയസ് ആയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ മണലിനെ കുറിച്ച് പറഞ്ഞല്ലോ. കോറി, ഇടതുപക്ഷ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ എന്താ എഴുതി വെച്ചത്? ഒരുപാട് കോറി എടുത്ത് കേരളം നശിച്ചു പോയതുകൊണ്ട് കോറിയെ പൊതുമേഖലയിലാക്കും എന്ന് പറഞ്ഞാൽ സർക്കാർ കോറി നിയന്ത്രിക്കും, ആവശ്യത്തിന് പാറ കൊടുക്കാനായിട്ട്. നിയന്ത്രിച്ചോ? ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ വ്യക്തികളുടെ പേര് പറയുന്നില്ല, ചില വ്യക്തികളുടെ ചില കോറികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുവരെ നിയമം ഉണ്ടാക്കാത്തത്. ഇനി ഈ ഗവൺമെൻറ് ഉണ്ടാക്കില്ലേ നമുക്കറിയത്തില്ല. പൊതുമേഖലയിലാക്കൊന്നും ചെയ്തില്ല. ഇനി കോറി എടുക്കുന്നതിൽ ഇവിടുത്തെ സയൻറ്റിസ്റ്റുമാർക്ക് ഒരു കള്ളക്കണ്ണുണ്ട്. അത് ഞാൻ സയൻസ് മേഖലയിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. എന്താ കള്ളക്കണ്ണെന്നറിയാവോ? കോറി എടുത്താൽ എന്ത് കുഴപ്പമുണ്ടാവുമെന്ന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പുറത്ത് പറഞ്ഞിട്ടില്ല. അല്ലെ കുഴപ്പമുണ്ടാവില്ലെന്ന് പറയാം, അല്ലെ ഇന്ന കുഴപ്പമുണ്ടെന്ന് പറയണം. അപ്പം ശാസ്ത്ര സമൂഹത്തിലും എന്തുണ്ട്? കൺഫ്യൂഷൻ. കുറച്ച് കള്ളന്മാർ. കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞില്ല, നല്ല വാക്ക് കള്ളന്മാരെന്നാണ്. ഞാൻ വേറെ ഉദാഹരണം പറയുമ്പോൾ വിളിച്ച് ക്ലിയർ ആവും. ഞാൻ കുറച്ച് ഹാർഷായിട്ട് പറയാം. വേറൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തമിഴ്നാടിന് വേണ്ടി മുല്ലപ്പെരിയാർ കുറച്ച് പേര് പഠിക്കുമ്പം സേഫ്, നമുക്ക് വേണ്ടി പഠിക്കുമ്പം അൺസേഫ്. രണ്ടുപേരെ എഞ്ചിനീയറിംഗ് ആരല്ലേ പഠിപ്പിച്ചത്? അപ്പോൾ തമിഴ്നാട്ടിലെ പ്രൊഫസർ വേറൊന്ന് പഠിപ്പിക്കും, കേരളത്തിലെ പ്രൊഫസർ വേറൊന്ന് പഠിപ്പിക്കും. അല്ല, ഞാൻ മുല്ലപ്പെരിയാറിലേക്ക് വരാം. ഞാൻ മുല്ലപ്പെരിയാറിലേക്ക് വരാനൂടെ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ്. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റ്. അതെ കറക്റ്റ്. അപ്പോൾ സയൻസിൽ നിൽക്കുന്നവരെന്ത് പറയണം? സത്യം പറയണം. മനസ്സിലായില്ലേ? ഇവിടെ ഡാം പൊട്ടിയത് അത് പറഞ്ഞ് ആ ഭാഗം നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഡാം മിസ്മാനേജ്മെൻറ്റിൻ്റെ കൂടെ കൊണ്ടാണ് പ്രളയമുണ്ടായതെന്ന് കേരളത്തിലെ 2-3 ഗവേഷണ സ്ഥാപനങ്ങളിലെ സയൻറ്റിസ്റ്റുമാർ പറഞ്ഞു, പേപ്പർ വർക്ക്. അപ്പം വേറൊരു പ്രൊഫസർ പറഞ്ഞു, പുറത്താ പ്രൊഫസറെ ജോലി, ഞാൻ പേരാരെയും പറയുന്നില്ല, പ്രൊഫസർ പറഞ്ഞു അങ്ങനല്ല, ഡാം തുറന്നില്ലെന്ന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. ആ പ്രൊഫസർക്ക് ചരിത്രത്തിലാദ്യമായി 10 വർഷം ഇവിടെ ഒരു വലിയ പോസ്റ്റ് കൊടുത്തു. 5 വർഷം ഒരാളിന് കൊടുത്തിട്ടുള്ളൂ. ഇന്നുവരെ ആ പോസ്റ്റിൽ 10 വർഷം ആർക്കും കൊടുത്തിട്ടില്ല. ആളിന് 10 വർഷം കൊടുത്തു. അദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ നിന്നുള്ള പഠനങ്ങളെല്ലാം എന്ത് ചെയ്തു? ഇവിടെ ഇത്രയും ഗവേഷണ സ്ഥാപനങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യനെ അടുപ്പിക്കാതെ മുഴുവൻ പഠനം ആർക്കെടുത്ത് കൊടുക്കും? വെളിയിലെടുത്ത് കൊടുക്കും. അപ്പം നമ്മൾ IIT എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ സെൻറ്റർ ഫോർ എക്സ്റ്റൻഷൻ സ്റ്റഡീസും CWIDM-ഉം KFRA-യും TBGRA-യൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് എന്താണ്? ഇത് ഞാൻ ചോദ്യം ചെയ്യുന്നതല്ല മാഷേ, മനസ്സിലായി, എൻ്റെ ഡേറ്റയാണ്. ദിറ്റ് ഈസ് മൈ ഡേറ്റ. അത് ചർച്ച ചെയ്യണം കേരള സമൂഹം. നമ്മൾ ആരെയും കുറ്റം പറയാനല്ല. ഞാൻ ദുരന്ത അതോറിറ്റി പറഞ്ഞ് എനിക്കെന്താ, എനിക്കിപ്പോൾ അവിടെ ജോലി തരും ഒന്നുമില്ലല്ലോ. അല്ലെ എൻ്റെ എത്രയോ ജൂനിയറാണ് ഉള്ളവർ, പ്രായമൊക്കെ വെച്ചോ. ഞാൻ ഹയർ പോസ്റ്റിലൊക്കെ ഇരുന്നാൾ. ഇനിയിപ്പോൾ ഞാൻ ഒന്നേന്ന് തുടങ്ങി എൻ്റെ മോഹമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തിനാണ് ഇത് പറയുന്നത്? കേരളത്തിൽ ശാസ്ത്ര സമൂഹവും സത്യം പറയണം ജനങ്ങളോട്. പറഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം കേരളം ഇല്ലാണ്ടാവും പല രൂപത്തിൽ. നമ്മൾ ഓഹിയിൽ മരിച്ചുപോയി, കുറച്ച് പേര് കാണാതായി. നമ്മൾ എന്താ എഴുതി വെച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ? കാണാതായവരെല്ലാം മരിച്ചുപോയി. എത്ര പേര്? കള്ളാടിയിൽ നമ്മൾ കുറച്ച് പേര് പോയി, അതും നമ്മൾ എഴുതി വയ്ക്കുകയാണ്. കാണാതായവരെല്ലാം മരിച്ചുപോയി. പിന്നെ ചൂരൽമല നമ്മൾ എഴുതി വെച്ചു, കാണാതായവരെല്ലാം. എത്ര പേരെ കാണാതായി? എത്ര പേർ മരിച്ചു? നമുക്കൊരു കണക്ക് വേണ്ടേ ഒരു സൊസൈറ്റിക്ക്? അപ്പം നമുക്ക് കണക്കില്ല. അപ്പം നമ്മളെന്താ സംഭവിക്കുന്നത്? ഈ ഡേറ്റ ഉണ്ടാക്കണം. സുനാമി വന്നപ്പോഴാണ് രാജ്യത്ത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വന്നത്, രാജ്യത്ത് വന്നത്. ഒഡീഷയിൽ കൊടുങ്കാറ്റ് വരുമ്പം എപ്പോഴും അവിടെ കാറ്റ് വരുന്ന സ്ഥലമാണല്ലോ, ലക്ഷങ്ങൾ മരിക്കുമായിരുന്നു, ഒരുപാട് പേര് മരിക്കുമായിരുന്നു. പക്ഷെ അവർ കൃത്യമായൊരു വാണിംഗ് സിസ്റ്റമൊക്കെ ഉണ്ടാക്കി നന്നാക്കി എടുത്തു. ചൈന ലാൻഡ് സ്ലൈഡിൽ കുറേ വാണിംഗ് സിസ്റ്റത്തിന് വലിയ പങ്കുണ്ട്. അതെ. അപ്പോൾ വാണിംഗ് സിസ്റ്റം ഉണ്ടാക്കുക, നല്ല ദുരിതാശ്വാസ സംവിധാനം ഉണ്ടാക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ ചെയ്യേണ്ട മരുന്നും കഴിച്ച് റെസ്റ്റും എടുത്തതിന് ശേഷം ചത്തുപോട്ടെ, സമാധാനമായിട്ട് മരിക്കാമല്ലോ. ഇത് ഡോക്ടർ പറഞ്ഞ മരുന്നും കഴിക്കൂല, ഡോക്ടർ പറഞ്ഞ റെസ്റ്റും എടുക്കൂല. നമ്മൾ എങ്കാടപ്പ 16 പറഞ്ഞ് നടന്ന ആപത്ത് വിളിച്ചു വരുത്തുന്നവരെന്ന് പറയുന്നത്, അത് ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് എനിക്ക് ചില അപകടങ്ങളുണ്ടെന്ന് വെച്ചോ,
പക്ഷെ ഉണ്ടായാലും സ്വാഭാവികമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. സാർ പറഞ്ഞ കാര്യം മുല്ലപ്പെരിയാറിലേക്ക് നമുക്കൊന്ന് വരിക. കാരണം മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ ഒരു ഭീഷണി അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു വലിയ ആശങ്കയായി എപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ 230 വർഷത്തിന് മുകളിലായി മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു ഡാം കേരളത്തിൽ വന്നിട്ട് അത് തമിഴ്നാടിന് വേണ്ടി അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് പിന്നിൽ കുറേ കഥകളുണ്ട്. ശരിക്കും മുല്ലപ്പെരിയാറിൻ്റെ കുറേ ചരിത്രങ്ങൾ സാറിൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ആ ചരിത്രം എന്നിട്ട് പുറത്തുവിട്ടെ. രസകരമായ കാര്യങ്ങളാണ്. 1798 എന്ന് പറഞ്ഞാൽ 1800 എന്ന് വെച്ചോളൂ. 798 1800. തമിഴ്നാട് വലിയ ദാരിദ്ര്യം, പട്ടിണി, ദാരിദ്ര്യം, പിടിച്ചുപറി, കൊല, ഇതാണ് തമിഴ്നാട്. ആ മധുര ജില്ലയാണ് പ്രധാനം, തേനി കമ്പം പ്രദേശം. ആ വർഷങ്ങൾ കഴിഞ്ഞ് 800കളാകുമ്പോൾ ബ്രിട്ടീഷുകാരും വരുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്ക് കപ്പം വേണം, നാട്ടുരാജ്യങ്ങളെല്ലാം കപ്പം കൊടുക്കണം. കേരളത്തിനും കപ്പം കൊടുക്കാൻ പൈസയില്ല, തമിഴ്നാട്ടിനും കൊടുക്കാൻ പൈസയില്ല. അപ്പോഴാണ് തമിഴ്നാട്ടിലുള്ള ഒരു മുതിരപ്പപ്പള്ളി എന്ന് പറയുന്ന ഒരു ആൾ, അരുൾമണി എന്ന് പറയുന്ന ഒരാളിനെ 12 അംഗങ്ങളാക്കി വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു എവിടെയെങ്കിലും പോയി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം എവിടെ നിന്നെങ്കിലും എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. അവരിങ്ങനെ നടന്ന് കാട്ടിനകത്തൊക്കെ, കാര്യം ഈ മലയുടെ പശ്ചിമഘട്ട മലയുടെ മുല്ലപ്പെരിയാറിൻ്റെ അങ്ങ് മുകളറ്റം പോയാൽ പിന്നെ അങ്ങേ സൈഡെന്ന് പറയുന്നതാണ് ഈ തമിഴ്നാട്. അവരവിടെയൊക്കെ നടന്ന് കണ്ടുപിടിച്ച് ഇനി കയറി മുല്ലപ്പെരിയാർ, ചെറിയ മുല്ലപ്പെരിയാർ, 2 മുല്ലപ്പെരിയാറുണ്ട്, ചെറു മുല്ലപ്പെരിയാർ, മുകളിൽ കയറിയിട്ട് അവർ പറഞ്ഞു ഇതാ ഇവിടെ കുറച്ച് വെള്ളം ഉണ്ട്. ഇത് പക്ഷേ ഇങ്ങോട്ടാണ് ഒഴുകുന്നത്, കേരളത്തിലോട്ടാണ് ഒഴുകുന്നത്. കേരളം ഇല്ലെന്ന് തിരുവിതാംകൂറിലോട്ടാണ് ഒഴുകുന്നത്, അത് അങ്ങോട്ട് കൊണ്ടുപോകണം. ഞാൻ വളരെ ആധികാരികമായിട്ട് പറയട്ടെ, രേഖകൾ വെച്ചാണ് പറയുന്നത്, ഇതെല്ലാം ഡേറ്റയാണ് കേട്ടോ. അന്ന് മുതൽ അവർ ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കാൻ വന്നപ്പോൾ മുതൽ തിരുവിതാംകൂറോട് ചോദിച്ചിട്ടല്ല വന്നത്. അന്ന് മുതൽ അവർ ലംഘനമാണ്. നമ്മളപ്പുറത്തെ വീട്ടിൽ ചെന്നൊരു കാര്യം ചോദിക്കുമ്പം നടന്ന് അവിടെ കയറി സമ്മതിച്ചു, പക്ഷെ എന്നിട്ടെങ്കിലും അവരോട് ചോദിക്കൂലേ ഇവിടെ എന്തിനാണെന്ന്. അവരവിടെ ഡാം കെട്ടാൻ തീരുമാനിക്കുന്നു, കല്ലണ, ഈ കല്ല് കൊണ്ടുള്ള അണ കെട്ടാൻ തീരുമാനിക്കുന്നു. അല്ല, മണ്ണണ, മഡ് ഡാം, മണ്ണ് കൊണ്ടുള്ള അണ കെട്ടാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഘോരവനം, പാമ്പ്, എലി, പുലി, കടുവ, ആന, തണുപ്പ്, ഒന്നും നടന്നില്ല. വന്ന ജോലിക്കാരെല്ലാം എന്ത് ചെയ്തു, കാണാൻ വന്നവരും എല്ലാം പോയി. 1807 2-3 വർഷം കൂടെ പറഞ്ഞ് 2-3 പ്രാവശ്യത്തെ വർഷം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും പ്രധാന വിഷയത്തിലേക്ക് വരാം. മധുര കളക്ടർ ഏർപ്പാടാക്കി, പാരിഷ് എന്ന് പറയുന്ന ഒരു കളക്ടർ ഏർപ്പാടാക്കി. പോയി പഠിക്കാൻ പറഞ്ഞു. അയാൾ പഠിച്ചിട്ട് പറഞ്ഞു ഇത് പ്രാക്ടിക്കലല്ല, നോട്ട് ഫീസിബിൾ. പഠിച്ചവരെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞു. സർ ജെയിംസ് കാൾസിൻ്റെ 1808 1850 ഫാബർ വീണ്ടും ഫയൽ തുറക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷുകാർക്ക് എന്ത് വേണം, എങ്ങനെയും തമിഴ്നാട്ടിൽ വെള്ളം കൊണ്ട് കൊടുത്ത് കപ്പം വാങ്ങണം, തമിഴ്നാട്ടുകാർക്ക് വെള്ളവും വേണം. 1862 മേജർ റൈസ്, മേജർ പൈൻ. 67 1800 വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി. 162 അടിയുള്ള ഒരു എർത്ത് ഡാം ഘട്ടം, ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണ് കൊണ്ടുള്ള ഒരു ഡാം ഘട്ടം. 1807 ആർ സ്മിത്ത്, 72 വീണ്ടും റിപ്പോർട്ട്, 62 സെപ്റ്റംബർ 20 മദ്ര. അപ്പോഴാണ് ഇതെല്ലാം അവർ നോക്കിയപ്പോൾ, രേഖകൾ നോക്കിയപ്പം, ഈ രേഖകൾ നോക്കുന്നത് വരെ കയറി മറിഞ്ഞു നമ്മളെ കാട്ടിൽ. രേഖകൾ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ആരെ കയ്യിലിരിക്കുന്നു, തിരുവിതാംകൂറിൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ കയ്യിലിരിക്കുന്ന രേഖകൾ, അങ്ങനെ തിരുവിതാംകൂറിന് കത്തെഴുതി. അപ്പോൾ തിരുവിതാംകൂർ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ച് കത്തെഴുതി. ഇങ്ങനെ കത്തെഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 1863 ബാർട്ടൺ എന്ന ആളിനെ ചുമതലപ്പെടുത്തി. എന്നിട്ട് 1882 ആകുമ്പോൾ എന്ത് സംഭവിച്ചു, ഇത് നമ്മളും ചില ചർച്ചകൾ ഡിമാൻഡ് വയ്ക്കാൻ തുടങ്ങി. എന്തായാലും സമ്മർദ്ദം, ബ്രിട്ടീഷുകാരെന്ന് നല്ല സമ്മർദ്ദം രാജാവിന്, തമിഴ്നാട്ടുകാർ ഇങ്ങനെ കയറി ഇറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, 5 തെങ്ങ് കോട്ട ആർക്കുള്ളതാണെന്ന്, ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ചില കോട്ടകളും വിഴിഞ്ഞം കുറച്ച് ഇതെല്ലാം ബ്രിട്ടീഷുകാർ വെച്ചിരിക്കുകയാണ്. 5 തെങ്ങ് കോട്ട നമുക്ക് വേണം തിരുവിതാംകൂറിന്. വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്, നമുക്ക് ഈ കപ്പൽ വരുന്നതും ബോട്ട് വരുന്നതായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഏത് ഈ കുരുമുളക് മറ്റ് സാധനങ്ങൾ വ്യാപാരം ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് 5 തെങ്ങ് നമുക്ക് വേണം പോർട്ട്. എങ്കിൽ നമ്മൾ സമ്മതിച്ചു. പിന്നെ രാജാവിനൊരു ചിന്തയുണ്ടായിരുന്നു, മുല്ലപ്പെരിയാറിലും അന്ന് ഇടുക്കി ഡാമും ഇല്ലല്ലോ, അവിടെ മഴ പെയ്യുമ്പം കുട്ടനാട്, തകഴിയുടെ കയറിലൊക്കെ നോവലിലൊക്കെ അത് പറയുന്നുണ്ട്, അവിടെ മഴ പെയ്യുമ്പോൾ ഇവിടെ കരച്ചിലാണ്, എവിടെ താഴെ കരച്ചിലാണ്, കാരണം വെള്ളം പെരിയാർ വഴിഞ്ഞ് താഴെ വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഡാം ഉണ്ടാവട്ടെ എന്നും കരുതി. ഇതെല്ലാം വെച്ചാണ് എന്ത് തുടങ്ങിയത്, ഡാമിൻ്റെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഡാം കെട്ടാൻ തീരുമാനിച്ചു. കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഡാം പൊട്ടി, കുറച്ച് പേര് മലമ്പനി വന്നു, അങ്ങനെ അത് ഉപേക്ഷിച്ചു. ഒരു പ്രാവശ്യം ഉപേക്ഷിച്ചു, മലമ്പനി വന്ന് മരിച്ചു, ഒരുപാട് പേര് മരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് പെന്നിക്യുക്ക് എന്ന് പറയുന്ന ഒരു സായിപ്പിനെ എഞ്ചിനീയർ ആര് കണ്ടുപിടിക്കുന്നു, ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച് പറഞ്ഞു ഇത് കൃത്യം കെട്ടിയിട്ടേ തിരിച്ചു വരാമെന്ന് പറഞ്ഞു.
പുള്ളിയാണ് വന്ന് അപ്പം അതിനകത്ത് രണ്ട് കാര്യം പറയുന്നുണ്ട്. പുള്ളിയുടെ ഭാര്യയുടെ സ്വത്തൊക്കെ കുറച്ച് വിറ്റ കാര്യമൊക്കെ പറയുന്നുണ്ട് ചരിത്രത്തിൽ. അത് ഇല്ല എന്ന് ബാധിക്കുന്നവരുമുണ്ട്. എന്തായാലും പുള്ളിയാണ് ഇത് ഫൈനലാക്കിയത്. പക്ഷേ വിശാഖം തിരുനാൾ രാജാവ് മരിച്ചു. നാട് നീങ്ങുന്നല്ലേ നമ്മൾ പറയും, മരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. 1865 നാട് നീങ്ങി, ഓഗസ്റ്റ് 14-ന് 4-ന്. 1886 അപ്പോൾ ഒരു വർഷം നാട് നീങ്ങിയ ഒരു വർഷം നാട്ടിലെന്തുണ്ട്? ദുഃഖാചരണം. ആ ദുഃഖാചരണ സമയത്താണ് തമിഴ്നാട്ടിലെ ദിവാൻ വന്ന് ഇവിടുത്തെ ദിവാനുമായി, തമിഴ്നാട് മറ്റേ ബ്രിട്ടീഷുകാരൻ്റെ അവിടുത്തെ റെസിഡൻസി വന്ന് ഇവിടുത്തെ ദിവാനെ സ്വാധീനിക്കുന്നത്. എന്ത് കൊടുത്ത് സ്വാധീനിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ബ്രിട്ടീഷ്, അത് ജഗതി ശ്രീമാൻ്റെ സിനിമ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഉദാഹരണമാണേ, കാര്യം കോട്ട് ചെയ്തതായിരുന്നു മുല്ലപ്പെരിയാർ. ആ രാജാവിൻ്റെ കാലത്ത് പെണ്ണും പണവും പൊന്നും പെണ്ണും മദ്യവും കൊടുത്ത് ഒരുപാട് നടത്തി, ചാരപ്രവർത്തി നടത്തിയിട്ടുണ്ട്. ജഗതി ശ്രീമാർക്ക് അങ്ങനെ ഒരു സിനിമയിൽ കഥാപാത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം എന്ത് കൊടുത്തിട്ടാണ് ഈ ദിവാനെ സ്വാധീനിച്ചതെന്ന് നമുക്കറിയില്ല. എന്തോ കൊടുത്തു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി, ഏതോ ഒന്നുണ്ട്. എന്തോ ഒരു ഭീഷണി നമുക്ക് എടുക്കാം, മറ്റൊക്കെ അമ്മമാരിക്കട്ടെ. പക്ഷേ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കളഞ്ഞു. വിശാഖം തിരുനാൾ രാജാവ് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ ദിവാനും മരിച്ചുപോയ രാജാവിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റും, സമ്മതിച്ചില്ല എന്ന് ചോദിക്കാൻ പറ്റും. അങ്ങനെ കയറി ഒപ്പിട്ടു. അപ്പോഴൊരു ചോദ്യം, അതാണ് കാർഡിനൽ ചോദ്യം. ഏത് പൊട്ടനും അറിയാം ഒരു കൺസ്ട്രക്ഷൻ കെട്ടിക്കഴിഞ്ഞാൽ അതൊരു 100 വർഷമോ 150 വർഷമോ നിലനിൽക്കുള്ളൂ. ഈ 999 എന്ന് എഴുതിയത് ആര്? 999 ആയതാണോ? കാരണം ആ കാലഘട്ടത്തിൻ്റെ നമ്മളെപ്പോഴും 100 എഴുതൂല, അല്ലെങ്കിൽ 200 എഴുതൂല, 99 199 അങ്ങനെ എഴുതി പോവും, റൗണ്ട് ചെയ്യൂല. അങ്ങനെ റൗണ്ട് ചെയ്യാതെ ഇതിൽ 9 പിന്നെ ഇട്ടതാണോ, അതോ അപ്പം തന്നെ 999 എഴുതിയതാണോ എന്നൊക്കെ ഉള്ള ഒരുപാട് ചരിത്രത്തിൽ അറിയപ്പെടാത്ത കാര്യങ്ങളുണ്ട്. ഇത് 999 വർഷത്തേക്ക് എഴുതി, സമ്മതിച്ചു, എഴുതിയല്ലോ. എന്താ കരാറ്? നമ്മളിൽ നിന്ന് 8000 ഏക്കർ സ്ഥലവും പിന്നെ 100 ഏക്കർ സ്ഥലവും കൊടുക്കും. വർഷം 5 രൂപ ഏക്കറിന് കണക്കാക്കി 40,000 രൂപ നമുക്ക് തരും. അവരവിടെ ഡാം കെട്ടിക്കോളും. ബ്രിട്ടീഷുകാരും അവരും എല്ലാം കൂടെ കെട്ടും. കരാർ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ വൈദ്യുതി പിന്നെ ഇറിഗേഷനും കുടിവെള്ളത്തിനും എടുക്കും മാക്സിമം. അങ്ങനെ അപ്പുറത്ത് ലോവർ പെരിയാർ, അവരുടെ ലോവർ പെരിയാറിലേക്ക് കൊണ്ടുപോയി, ആ സൈഡിലുള്ള പിന്നെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അവർ വൈഗ ഡാമിലേക്ക് വെള്ളം എത്തിച്ച് എന്ത് ചെയ്യായിരുന്നു? വൈദ്യുതി പിന്നെ ഇത് രണ്ടും, ഇറിഗേഷനും കുടിവെള്ളവും ചെയ്യുമായിരുന്നു. അപ്പോഴാണ് അവർ മറ്റൊരു കളി കളിച്ചളഞ്ഞു. ഇതിനിടയ്ക്ക് നല്ല രസമാണ് മുല്ലപ്പെരിയാറിൻ്റെ കഥ വായിച്ച. മറ്റൊരു കളി എന്ന് പറഞ്ഞാൽ അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ആര്? മുല്ലപ്പെരിയാർ, തമിഴ്നാട്ടിൽ. 1893 നമുക്ക് കത്തെഴുതി, 58 93 കത്ത്, വൈദ്യുതി ഇവിടെ ഉണ്ടാക്കിക്കോട്ടെ എന്ന്. ഉണ്ടാക്കാൻ പറ്റൂല എന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കത്തെഴുതി. അങ്ങനെ വഴക്ക് നടന്ന് 1932 ആയപ്പോൾ അവർ ആരോടും ചോദിക്കാതെ വൈദ്യുതി ഉണ്ടാക്കി. രണ്ടാമത്തെ ചതി. ഒന്നാമത്തെ ചതി നമ്മളോട് ചോദിക്കാൻ നമ്മളെ കാട്ടിൽ കയറി കല്ലണ കെട്ടാൻ തീരുമാനിച്ചു. അതൊക്കെ പോയി. ഇത്രയും നമ്മളെ സമ്മർദ്ദപ്പെടുത്തി 999 എഗ്രിമെൻ്റ് ഒപ്പിട്ട് വാങ്ങിച്ചു. 32 അവർ വൈദ്യുതി ഉണ്ടാക്കി. കേസായി ആർബിട്രർമാരെ വെച്ചു. അന്ന് കേസ് തീർക്കുന്ന കോടതിയെക്കാൾ ഇതുപോലത്തെ കരാറിൽ അങ്ങനെ പറയുന്നുണ്ട്, ആർബിട്രർമാരെ വെച്ച് തീർക്കണം. ആർബിട്രർമാർ കേസ് പറഞ്ഞിട്ടും തീർന്നില്ല. 2 കൂട്ടരും 2 വാദമായിട്ട് നിന്നു. നമ്മൾ സമ്മതിക്കില്ല എന്നും അവർ വേണമെന്നും പറഞ്ഞു നിന്നു. അങ്ങനെ ആയപ്പോഴാണ് അമ്പയർ വയ്ക്കും. പിന്നെ അത് തോറ്റുപോയാൽ അമ്പയർ വയ്ക്കുമ്പോൾ സർ നളിനി രഞ്ജൻ ചാറ്റർജി എന്ന് പറയുന്ന ബംഗാളിലെ ഒരു ഹൈക്കോടതി ജഡ്ജിയെ എന്തായിട്ട് വയ്ക്കുന്നു? അമ്പയറായിട്ട് വയ്ക്കുന്നു. അമ്പയർ വിധിച്ചു, ഒരു കാരണവശാലും എന്തുണ്ടാക്കാൻ പറ്റില്ല, വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റത്തില്ല, കരാറില്ല. ഇതിനിടയ്ക്ക് ഇത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യൻ പ്രോവിൻസിനകത്തുള്ള, ഇന്ത്യൻ ടെറിട്ടറിക്കകത്തുള്ള ഒരു വസ്തുവിലും വേറെ ഒരു കരാറുകാരന് ഒരു അവകാശമില്ല. എല്ലാ കരാറും എന്താവും? വോയിഡാണ് എന്ന് പറഞ്ഞാൽ അതില്ലാതാവും. എങ്ങനെയാണ് ടാറ്റ എസ്റ്റേറ്റിൻ്റെ കരാർ വീണ്ടും നിലനിന്നത്? മുല്ലപ്പെരിയാർ മാത്രമല്ലല്ലോ, ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ കരാർ എങ്ങനെ വീണ്ടും തുടർന്നു? വേറെ കമ്പനി പല ന്യായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. വേറെ കമ്പനിക്ക് കൊടുത്തു, സപ്ലൈ ചെയ്ത്, അതൊക്കെ ആയിക്കോട്ടെ. ഇപ്പോഴും സ്വത്ത് എടുക്കണത് ഒരേ ടീം തന്നെയല്ലോ, പഴയ കമ്പനിക്കാർ തന്നെയല്ലോ. അങ്ങനെ മുല്ലപ്പെരിയാറിൻ്റെ അടി ഇങ്ങനെ വീണ്ടും കത്തുക. ഈ സമയത്ത് സർ സി പി രാമസ്വാമി അയ്യർ എന്ത് കൊടുത്തു? കേസ് കൊടുത്തു. ആ കേസിലും നമുക്ക് അനുകൂലമായി, അതായത് ഈ അമ്പയർ കേസിലൊക്കെ നമുക്ക് അനുകൂലമാണ് വിധി വന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, തമിഴ്നാടിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവരിതിങ്ങനെ തുടർന്ന് പോയി. 41 ചർച്ച, 49 ചർച്ച, അങ്ങനെ ചർച്ച ചെയ്ത് 52 ചർച്ച,
70 വരെ കൊണ്ടുപോയി അവർ. സമ്മതിക്കണ്ടേ തമിഴ്നാട്ടുകാരെ? പിന്നെ തീർച്ചയായിട്ടും 47-70 വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കണം. മാത്രമല്ല 1798 നിന്ന് 1896 വരെ ഡാം പണിയുന്നവരെ ചർച്ച കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയില്ലേ? എത്ര വർഷം കൊണ്ടുപോയി അവർ ചർച്ച? അവരെ സമ്മതിക്കണ്ടേ അപ്പോൾ അവരുടെ ടീമിനെ? ആ സംഭവത്തിൽ 70 മെയ് 29 അച്യുത മേനോനൊരു ചാൻസ് കിട്ടി. എന്താ ചാൻസ്? രണ്ട് ചാൻസ് കിട്ടി. ഒന്ന്, വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൂടാന്നുള്ള അമ്പയർ തീരുമാനം കിടക്കുന്നു, അതിൽ പിടിക്കാം. 2, 999 വർഷം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ പോയത് കൊണ്ട് കരാറിന് വോയിഡല്ല, അല്ലെങ്കിൽ അത് നള്ളായി, അത് കഴിഞ്ഞു, വാലിഡല്ല, പോയി തീർന്നു എന്ന് പറയാനൊരു ചാൻസ് ആർക്ക് കിട്ടി? അച്യുത മേനോന് കിട്ടി. അച്യുത മേനോൻ അത് പറയാതിരുന്നതിന് ഞാൻ 2-3 കാരണങ്ങൾ കാണുന്നു. ഒന്ന്, ഇന്ദിരാഗാന്ധി അന്ന് വളരെ പവർഫുള്ളാണ്. കാമരാജാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ നേതാവ്, അദ്ദേഹം നല്ല പവർഫുള്ളാണ്, നല്ല ടേംസിലുള്ള കോൺഗ്രസ് തമിഴ്നാട്ടിൽ വളരെ ശക്തമാണ്. അച്യുത മേനോൻ സപ്തകക്ഷി സംവിധാനത്തിൽ കോൺഗ്രസിനോട് നിൽക്കുന്നതുമാണ്. അന്ന് മനോരമയിൽ ഒരു ചെറിയ ന്യൂസ് വന്നിരുന്നു, എനിക്കത് എടുത്തുകൊണ്ടിരാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ ഉണ്ട്, എവിടെയാണെന്ന് എനിക്കറിയില്ല. ആ ന്യൂസ് ഇതാണ്, ഞാൻ വായിച്ചിട്ടുണ്ട്. ന്യൂസ് ഇതാണ്: തമിഴ്നാടുമായിട്ടുള്ള അന്തർ സംസ്ഥാന കരാറുകൾ മുല്ലപ്പെരിയാർ ഉൾപ്പെടെ എല്ലാം പുതുക്കി, കേരളത്തിനൊരു നഷ്ടവും ഇല്ല എന്നാണ് കാര്യം. ഇതാണ് ഇതിൻ്റെ ഒരു. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഒരു പിടി നമുക്ക് പിടിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ഏതിൽ പിടിച്ചില്ല? കരാറിൽ കയറി പിടിച്ചില്ല. നമ്മൾ ഏതിലേ പിടിച്ചോളൂ? വൈദ്യുതി ഉൽപ്പാദനത്തെ പിടിച്ചിട്ട് നമ്മൾ എന്ത് അനുവാദം കൊടുത്തു? ഉൽപ്പാദിപ്പിച്ചോളൂ, നിങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചോളൂ, നമുക്ക് എന്ത് തന്നാൽ മതി, കറണ്ടിനനുസരിച്ച് കുറച്ച് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതിനിടയിലാണ് 1969 ആ പീരീഡിൽ ഗുജറാത്തിലെ മോർവി ഡാം, ഇതുപോലത്തെ ഡാം പൊട്ടി. അപ്പോൾ മനോരമയിൽ ഒരു ന്യൂസ് വന്നു, കേരളത്തിൻ്റെ പശ്ചിമഘട്ട മലനിരകളിലും ഒരു ജലബോംബെന്ന്. വലിയ വാർത്ത വന്നു മുല്ലപ്പെരിയാറിനെ കുറിച്ച്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് മലയാളിയായൊരു തോമസ് എന്തിനു വരുന്നു? അദ്ദേഹം സെക്രട്ടറിയാണ്, ജല സെക്രട്ടറിയാണ്, കേരളത്തിൽ വരുന്നു. അദ്ദേഹം വളരെ ജെൻറ്റിൽമാനാണ്, കേരളത്തിനോടും തമിഴ്നാടിനൊന്നും യാതൊരു ഇതുള്ള ആളല്ല, പക്കാ ജെൻറ്റിൽമാൻ. അദ്ദേഹം പറഞ്ഞു, പുതിയ ഡാം കെട്ടുന്നതാണ് ഒരു സേഫ്, കാരണം ഇനി ഈ ഡാം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷെ ഡാം കെട്ടിയ സമയത്ത് തന്നെ അല്പ ചോർച്ച ഉണ്ടായിരുന്നു, പിന്നെ കുറേ ചോർച്ച വന്നു, കാര്യം ചുണ്ണാമ്പ് സുർക്കിയല്ലേ സാധനം. പക്ഷേ തമിഴ്നാട് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഇതെല്ലാം പൂശി സിമൻ്റ് അടിച്ച് പെയിൻ്റ് അടിച്ചൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന തമിഴ്നാട് ഈ തോമസിൻ്റെ ഈ ഒരു നിഗമനം കൂടെ വന്നു. CH മുഹമ്മദ് അസംബ്ലിയിൽ ബഹളം ഉണ്ടാക്കുന്നു, പത്രങ്ങളിൽ ബഹളമാവുന്നു. അങ്ങനെ 69 മുതൽ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? പുതിയ ഡാമിനെ കുറിച്ചും പറഞ്ഞു. പിന്നെ കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ സജീവമായി പറയുന്നു എന്ത് വേണമെന്ന്, പുതിയ ഡാം. പക്ഷേ ഇതിനിടയ്ക്കാണ് സുപ്രീം കോടതിയിൽ കേസ് വന്നു 2010, പിന്നെ 12 വിധിയും വന്നു. അതിൽ തട്ടെ എന്ന് പറയുന്ന സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന പിന്നെ റിട്ടയറായി അദ്ദേഹത്തെയും ജസ്റ്റിസ് KT തോമസിനെയും ഒക്കെ വെച്ചുകൊണ്ട് ജസ്റ്റിസ് ആനന്ദിനെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം സേഫാണ്, അത്ര വലിയ പ്രശ്നം ഇല്ല. എന്നിട്ട് പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞു, അസന്നിഗ്ധമാണെങ്കിൽ, ഇതിന് അൺസർട്ടൻ ആണെങ്കിൽ നിങ്ങൾക്ക് കാര്യം ചെയ്യാം, പുതിയ ഡാം പരിശോധിക്കാം, ഒരു ടണലും പരിശോധിക്കാം. പക്ഷെ അപ്പോഴൊരു കാര്യം പറഞ്ഞു, ഇത് ഞങ്ങൾക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല സുപ്രീം കോടതിക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പരിശോധിക്കാം. ഈ 2 നിർദ്ദേശം കിടക്കുന്നു, കമ്മിറ്റി തന്നിരിക്കും, അത് വേണം നിങ്ങൾക്ക് പരിശോധിക്കാം. പക്ഷേ നിങ്ങൾ സമവായത്തിൽ വരണം, കേരളവും തമിഴ്നാട്. അപ്പം തമിഴ്നാടിൻ്റെ ഒരു പ്രശ്നം ഇപ്പം കഴിഞ്ഞ ദിവസം വിജയ് നമ്മളിത് ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു സാങ്കത്യം അതാണ്. ഇപ്പം വെള്ളമൊന്നും തമിഴ്നാട് മുല്ലപ്പെരിയാർ ഇപ്പോൾ വെള്ളമൊന്നും കൂടി കിടക്കുന്നില്ലല്ലോ, കുറഞ്ഞാണ് കിടക്കുന്നത്. വേറെ ഒരു കാര്യം എന്താ പറയുക, നവംബറിൽ ഞാൻ പണ്ട് ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു, നവംബറിലാണ് സാധാരണ മുല്ലപ്പെരിയാർ ഈ ബഹളം ഉണ്ടാക്കുന്നത്. ഈ ആഗസ്റ്റിലല്ല, ഈ മഴയത്തല്ല, മറ്റേ തുലാവർഷത്തിലാണ് ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കഴിഞ്ഞ കുറച്ച് കാലമാണ് കാലാവസ്ഥ മാറ്റം വന്ന ഇപ്പം ഇതായത്. ആരോട് ചോദിച്ചിട്ടാണ് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ലീസ് എടുത്ത് അവിടെ വീട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ കട വെച്ചിരിക്കുന്ന നമ്മൾ ഒരു തർക്കത്തിൽ കിടക്കുന്നത്, അവിടെ ആശങ്ക കിടക്കുന്ന ഒരു 5-6 ജില്ലയിലെ ജനങ്ങൾ അവിടെ ആശങ്ക കിടക്കുമ്പോൾ ആരോട് ചോദിച്ചിട്ടാണ് സ്വന്തമായിട്ട് അസംബ്ലിയിൽ തീരുമാനിക്കുന്നത് ഞങ്ങൾ പൊക്കുമെന്ന്? ശുദ്ധ അസംബന്ധമല്ലേ, തെറ്റല്ലേ ചെയ്തത്? അത് വളരെ വലിയ പ്രശ്നമാണ്. ഇനി സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ ഇതിൻ്റെ ഒരു ജോയിൻറ്റ് കമ്മിറ്റി ഉണ്ട്, അതൊരു നല്ല അതൊരു വേറെ കിടക്കാച്ചി തമാശയാണ്. തമിഴ്നാട്ടിൽ നിന്നൊരു പ്രതിനിധി, കേരളത്തിൽ നിന്നൊരു പ്രതിനിധി, സെൻട്രൽ വാട്ടർ കമ്മീഷൻ പ്രതിനിധി. സെൻട്രൽ വാട്ടർ കമ്മീഷൻ പ്രതിനിധി എപ്പോഴും ആരോടെ നിൽക്കുകയുള്ളൂ? തമിഴ്നാട് നിൽക്കുകയുള്ളൂ. ഞാൻ അവിടെ ഒരു കാര്യം പറയട്ടെ,
ഈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ വെച്ചല്ല ഞാൻ പറയുന്നത്, ഹോൾ കഥ പറയാണ്. കാമം, മോഹം, ലോഭം, പിന്നെ ആർത്തി, അത്യാർത്തി, മദ്യം, സ്ത്രീ, പിന്നെ അങ്ങനെ സ്ത്രീകളെ പറയാൻ പറ്റത്തില്ല, പഴയ കഥയാണ്. രാജാവിൻ്റെ കാലത്തൊക്കെ ഉള്ള സ്ത്രീകൾക്ക് വേണ്ടി കൊട്ടാരം പിടിക്കുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ, യുദ്ധം ചെയ്യുന്ന ആ കാലത്തെ കഥ. സ്ത്രീകൾക്ക് വേണ്ടി, മദ്യത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി മനുഷ്യരെന്ത് കളയും? അവൻ്റെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്തി കളയും. അവൻ കുനിഞ്ഞു നിൽക്കും. ഇതിനോട് കുനിഞ്ഞു നിൽക്കാത്തവരാരുണ്ടോ അവർക്ക്, അത് ഉദ്യോഗസ്ഥനാവാം, പൊളിറ്റിക്കൽ ലീഡറാവാം, ആരും ആവാം, അധികാരം പോയാലും കുഴപ്പമില്ല, ഞാൻ നിലപാടിൽ നിൽക്കും. ജയറാം രമേശ്, എം പി വീരേന്ദ്രകുമാർ, ഒത്തിരി പേരുണ്ട് പറയാനായിട്ട് നമുക്ക്. എം പി വീരേന്ദ്രകുമാർ 24 മണിക്കൂറേ വനമന്ത്രി ആയിരുന്നുള്ളൂ. ജയറാം രമേശ് ഈ പശ്ചിമഘട്ടത്തിനൊക്കെ വേണ്ടിയൊക്കെ, മാധവ് ഗാഡ്ഗിലിന് വേണ്ടിയൊക്കെ വാദിച്ചുകൊണ്ടാണ് പുള്ളിയെ അപ്പോഴേ എടുത്ത് കളഞ്ഞ് പരിസ്ഥിതി മന്ത്രിയിൽ നിന്ന് എടുത്ത് മാറ്റി കോട്ടയെന്ന് പറഞ്ഞ്. പുള്ളി കുനിഞ്ഞില്ല. പക്ഷേ അങ്ങനെ എത്രയോ ആളുകൾ ഉദ്യോഗസ്ഥ സംവിധാനത്തിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലും. മറ്റ് പലരും അങ്ങനെയല്ല. ഈ പറയുന്ന ഏതെങ്കിലും 4-5 ഐറ്റത്തിൽ ഏത് ഐറ്റമാണോ തൻ്റെ ദൗർബല്യം, അത് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഒന്നിൽ അധികാരം, അല്ലെ പണം, അല്ലെ സമ്പത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വേറെ ബോട്ട്സ് കാര്യങ്ങൾ എന്ത് കിട്ടിയാലും അത് സ്വീകരിച്ചുകൊണ്ട് കള്ളം കാണിക്കും. അപ്പം മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നടന്നിരിക്കുന്നത് ഏകപക്ഷീയമായ ചതികളുടെയും വഞ്ചനകളുടെയും ഒരു കഥ ഇതിനകത്തുണ്ട്. ഓക്കെ, ശരി. ഇനി ജനങ്ങളുടെ ഒരു ആശങ്ക, ഞാനൊരു കഴിഞ്ഞൊരു പോഡ്കാസ്റ്റിൽ ഞാൻ സംസാരിച്ച വഴിക്ക് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു, ഈ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിക്കുമോ, കേരളത്തിന് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ശരിക്കും മുല്ലപ്പെരിയാർ പൊട്ടുമോ സാർ? മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്ന് ചോദിച്ചാൽ പൊട്ടൂല, പക്ഷെ തകരും. പൊട്ടണതും തകരണതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. 3 സാധ്യതയാണുള്ളത് ഒരു ഡാം തകരാൻ. ഒന്നാമത്തെ സാധ്യത സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയിൽ വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പളായി പോവുക, പ്രശ്നങ്ങളായാൽ പോകാം. രണ്ടാമത്തെ സാധ്യത ആ സ്ട്രക്ചർ നിൽക്കുന്ന സ്ഥലത്ത് എർത്തുകയൊക്കെ ഉണ്ടാക്കിയാൽ അത് പൊട്ടിപ്പോകാം. മൂന്നാമത്തെ സാധ്യത അതിന് ഉൾക്കൊള്ളാവുന്നതിനും കവിഞ്ഞ് വലിയ മഴ വന്നാലും അതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ എല്ലാ ആളുകളും പറയുന്നത്, ഞാൻ ഇന്നും അതുമായി ബന്ധപ്പെട്ട ടെക്നിക്കലായി 2 പേരോട് സംസാരിച്ചിരുന്നു, ഈ ചർച്ചയ്ക്ക് വരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അവർ പറയുന്നത് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് എന്തിൻ്റെ മുകളിൽ ഇടുക്കിയേക്കാൾ ഹയറപ്പിൽ നിൽക്കുന്ന ഡാമാണ്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ വീഴുന്ന വെള്ളം മുല്ലപ്പെരിയാർ ഡാം ഓവർഫ്ലോ ചെയ്താലും എങ്ങോട്ട് വരും? താഴോട്ട് ഒഴുകി എവിടെ കയറും? ഇടുക്കി ഡാമിൽ കയറും. എന്നിട്ട് ഇടുക്കി ഡാമിൻ്റെ ഈ ഡാം എന്ത് ചെയ്ത് കൊടുത്താൽ മതി? മാനേജ് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഇവിടെ അങ്ങ് ചോദിക്കാം. മേഘവിസ്ഫോടനം ഉണ്ടായി, അപ്പോൾ ആൻസർ കൊഴിഞ്ഞു. കാരണം മേഘവിസ്ഫോടനം വോളിയംസ് ഓഫ് ലിറ്റർ വെള്ളം എത്ര കണക്കുമല്ലോ ഉണ്ട്. 2, താഴോട്ട് വെള്ളം ഇറങ്ങുമ്പോൾ കറക്റ്റ് ഗ്രേഡിയൻറ്റിൽ പുഴയിൽ കൂടെ തന്നെ പോകണമെന്ന് ബലം പിടിക്കാൻ പറ്റത്തില്ല. ഡൈവേർട്ട് ചെയ്താൽ ചപ്പാത്ത് അവിടെ വള്ളക്കടവ് ഭാഗത്തുള്ളവരെയൊക്കെ ഭാവി ഇനി ഞാൻ വേറെ അടുത്ത ചോദ്യം ചോദിച്ചു. ഇടുക്കി ഡാമിൽ വന്നെന്ന് വിചാരിക്കുക, ഇടുക്കി ഡാമിലും ക്രമാതീതമായിട്ട് മഴ വന്നെന്ന് വിചാരിക്കുക, ഒരു റീജിയൻ മൊത്തം മഴ വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഇടുക്കി ഡാമിൽ വെള്ളം കൂടി, ഡാം തുറക്കണമല്ലോ. ഡാം തുറക്കുമ്പോൾ പെരിയാറിൻ്റെ തീരത്തുള്ളവരുടെ സ്ഥിതി എന്താ? അപ്പം നമ്മൾ വളരെ സിമ്പിളായ ഒരു ലോജിക്കിൽ എന്ത് ചെയ്യരുത്? ഈ വിഷയത്തെ കൈകാര്യം ചെയ്യരുത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബെല്ലില്ല, ബ്രേക്കില്ല, ലൈറ്റില്ല, സൈക്കിൾ നമുക്ക് ഓടിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മളെ വീട്ടിന് പരിചയമുള്ള സ്ഥലത്താണെങ്കിൽ പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ ബെല്ലില്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം, ബ്രേക്കില്ലെങ്കിൽ ഉണ്ടല്ലേ. പക്ഷേ വിമാനം എന്ത് ചെയ്യരുത്? അങ്ങനെ ഓടിക്കാൻ ഒക്കില്ല, പറ്റത്തില്ല. വിമാനത്തിന് 1 മില്ലിമീറ്റർ കുഴപ്പമുണ്ടായാലും ഓടിക്കൂല, പൈലറ്റ് ഓടിക്കൂല. ശരിയാണ്. ഓരോന്നിൻ്റെ റിസ്ക് ലെവൽ വേറെയാണ്. ഞാൻ ഈ സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് ഇടയ്ക്കിടയ്ക്ക്. ശരിക്കും ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. ശരിക്കും മുല്ലപ്പെരിയാറിൽ നമ്മുടെ കേരളത്തിനെ ചതിച്ചു തരാൻ സാറിന് തോന്നുന്നത്? 2 ആളുകൾ ചതിച്ചിട്ടുണ്ട്. ഒന്ന് രാഷ്ട്രീയ നേതൃത്വത്തിൽപ്പെട്ട പല ആളുകളും. ഒന്നാമത് അവർ ചിലരാളുകൾ പണവും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അതിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കാം. രണ്ടാമത് എന്തിനാണ് നമ്മളൊരു സ്റ്റേറ്റിനോട് ഫൈറ്റ് ചെയ്യുന്നത്? ഫൈറ്റ് ചെയ്താൽ നമ്മൾ തോറ്റു പോകുമോ എന്നൊരു ഭയമുണ്ട്. ആ ഭയത്തിനൊരു അടിസ്ഥാനമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡൽഹിയിൽ അഭയ കേസ് നടന്നു. ഒരു പെൺകുട്ടിയെ കൊന്നല്ലോ, റേപ്പ് ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളാണ് എവിടെ കൂടിയത്? എവിടെ കൂടി? ഈ ജന്തർ മന്ദർ കൂടിയത്. ആരും ആഹ്വാനം ചെയ്തില്ല. ഞാൻ വേറെ സംശയം കിട്ടെ, അഭിജിത്ത് ദീപ്കെ വന്ന് കേരളത്തിലാണ് പാറ്റ സമരം ചെയ്തെങ്കിൽ വിജയിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിജയിക്കാൻ സാധ്യതയില്ല. ഇല്ല, സാധ്യതയില്ല. അഥവാ വിജയിക്കുകയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ആളുകൾ വരണം. കേരളീയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അതിവൈകാരികതയൊന്നും ഈ വിഷയങ്ങളോടൊന്നും ഇല്ല. പക്ഷെ തമിഴ്നാട്ടിന് എന്തുണ്ട്? അതിവൈകാരികതയുണ്ട്. വെള്ളത്തോട്, ജല്ലിക്കെട്ടിനോടൊക്കെ അതിവൈകാരികതയുണ്ട്. അവർക്ക് പെന്നിക്കൊക്കെ എന്ന് പറയുന്ന ദൈവമാണ്. 2 അമ്പലമുണ്ട്. ശരിക്കും നമുക്ക് പിഴച്ചത് ഈ പറഞ്ഞ കൂട്ടം ഒത്തൊരുമയില്ലായ്മയാണല്ലോ. അല്ല, എനിക്ക് എൻ്റെ കാര്യം അവനമനസ്സല്ലേ.
എനിക്ക് അല്ല അവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് അല്ലേ? പുഴയിൽ ഞാൻ വലിച്ചെറിയും. പുഴ എൻ്റെതല്ലല്ലോ. റോഡിൽ ഞാൻ വലിച്ചെറിയും. റോഡ് എൻ്റെതല്ലല്ലോ. ബസ്സിന് ഞാൻ കല്ലെറിയും. ബസ് എൻ്റെതല്ലല്ലോ. എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് എല്ലാം തരും. വേറെ സോഷ്യലിസമാണ്. ഞാൻ സോഷ്യലിസ്റ്റിനെ എതിർ പറയുന്നതല്ല. വേറൊരു സോഷ്യലിസം ഉണ്ട്, ഒരു അഴുക്ക സോഷ്യലിസം ഉണ്ട്. സ്റ്റേറ്റ് എല്ലാം തരും. എൻ്റെ ജോലി എന്താണ്? വാങ്ങിക്കഴിക്കുക, കുറ്റവും പറഞ്ഞ് വിവാദം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി നടക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരളം എന്ന് പറയുന്നത് ഞാൻ സാന്ദർഭമായിട്ട് പറയുന്നതാണ് കേട്ടോ. ഈ വീഡിയോയ്ക്ക് അനുയോജ്യമല്ല, എന്നാലും ഞാൻ പറയാണ്. കേരളം എന്ന് പറഞ്ഞൊരു വാക്ക് മാറ്റി ഇപ്പം ഇന്നലെ അതിലൊരു വിവാദം വന്നു. അല്ല അത് ആ വിവാദത്തിലേക്ക് നമുക്ക് പോകണ്ട. ശരിക്കും പറഞ്ഞാൽ അല്ല ഞാൻ അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ച് നിർത്തുകയാണ്. ശരിക്കും മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ നമുക്ക് എന്താണ് നമ്മുടെ ഞാൻ പറഞ്ഞ പോയിന്റ് പറഞ്ഞു. ഒരു പോയിന്റ് പറഞ്ഞു. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പോലെ തന്നെ ഉദ്യോഗസ്ഥ ലീഡർഷിപ്പിലും എന്തുണ്ട്? കാലാകാലങ്ങളായിട്ട് അഴിമതിയും കാശും വേണമെന്നുള്ളവരൊക്കെ ഉണ്ട്. ഒരിക്കലും ഒരു തമാശ പറയുമായിരുന്നു. ഇപ്പം അതില്ല, അതൊക്കെ ഒരുപാട് മാറി. തമാശ പറയുമായിരുന്നു. സെക്രട്ടേറിയറ്റിൽ ഒരു പേപ്പർ മുല്ലപ്പെരിയാറിനെ കുറിച്ച് കേസ് കൊടുക്കാനായിട്ട് നമ്മളൊരു പേപ്പർ റെഡിയാക്കുമ്പോൾ ആർക്ക് കിട്ടുമായിരുന്നു? തമിഴ്നാടിനെ മുല്ലപ്പെരിയാർ സെല്ലിന് കിട്ടുമായിരുന്നു എന്നൊരു കഥ പറയാറുണ്ട്. ഇപ്പം അതൊന്നുമില്ല. ജയലളിത ഇവിടെ നമ്മൾ കടുപ്പിച്ചപ്പോൾ സമരം ഇവിടെ കുറച്ച് കടുത്ത സമയത്തുണ്ടായിരുന്നു. എൻ കെ പ്രേമേന്ദ്ര സാർ മന്ത്രിയായിരുന്നപ്പോഴും പി ജോസഫ് സാർ മന്ത്രിയായിരുന്നപ്പോൾ നമ്മൾ കുറച്ച് കടുപ്പിച്ചപ്പോൾ ജയലളിത പറഞ്ഞു, നിങ്ങൾ കടുപ്പിക്കണ്ട. തേനി, കമ്പം, തിരുനെൽവേലി ജില്ലകളിൽ മലയാളികൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന വസ്തുക്കളുടെയും റിസോർട്ടുകളുടെയും ലിസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്യും? പുറത്ത് വിടും. നമ്മൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. വിടാനും പറഞ്ഞില്ല, വിടണ്ടെന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾക്കതുണ്ടോ? ഞാൻ ഉണ്ടെന്ന് ഒരാക്ഷേപവും ന്യൂസ് 18 പോലുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ചാനലിരുന്ന് പറഞ്ഞത് ശരിയല്ല. പക്ഷേ യൂട്യൂബാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പറയാം. മറ്റങ്ങനെ പറഞ്ഞത് ശരിയല്ലല്ലോ. ഉണ്ടോ എന്നറിയില്ല. അപ്പം നമുക്ക് കുറച്ചുകൂടി ദേശസ്നേഹമുള്ള, കുറച്ചുകൂടി രാജ്യത്തോട് കടപ്പാടുള്ള, സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഒരാളെയല്ല ഞാൻ പറയുന്നത്, അങ്ങനെ എല്ലാം കൂടെ വരികയും സാങ്കേതികമായി കൂടുതൽ പഠിക്കുകയും ജനങ്ങളെ കൂടുതൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന, ജനങ്ങളും അതിനനുസരിച്ച് ഉയരുന്ന. ഇപ്പം ടണൽ സമരം എന്ന് പറഞ്ഞ ഈ മുല്ലപ്പെരിയാർ സമരം എന്ന് പറഞ്ഞാൽ 300 ദിവസമായിട്ട് കുറച്ച് പേര് ഇവിടെ സമരം ചെയ്യുന്നുണ്ട്. ചപ്പാത്തിലും മറ്റേ എറണാകുളത്ത് സമരം ചെയ്യുന്നുണ്ട്. ഒരു പ്രൊഫസർ റോയി എത്ര ദിവസം സത്യാഗ്രഹം കിടന്നായിരുന്നു. എവിടെ? ആര് മൈൻഡ് ചെയ്ത്? തിരുവനന്തപുരത്ത് വല്ല വാർത്തയാണോ ഇതില്ല? കൊല്ലത്ത് വാർത്തയാണോ? പോട്ടെ, ഇത് പൊട്ടിയാൽ കുഴപ്പം വരുന്ന കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അവിടെ വാർത്തയാണോ? ഇത് എറണാകുളത്ത് മാത്രമുള്ള ഒരു ലോക്കൽ ന്യൂസായിട്ട് കിടന്ന് കളിക്കുകയാണ് ഇവർ. അപ്പം ഞാൻ പറഞ്ഞ മലയാളി സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വികാരവും അല്ല. ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ ഇതിനൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുകയും ഒന്നിച്ച് സംസാരിക്കുകയും ഒന്നിച്ച് ബാർഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം, അതായത് ഞാൻ ചോദിച്ചതാണ്, നമുക്ക് ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഫ്യൂച്ചർ എന്താണ്? എങ്ങോട്ടാണ് ഈ മുല്ലപ്പെരിയാർ നമുക്ക് കൊണ്ടുവെക്കുന്നത്? അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകും? ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഞാൻ കുറേയധികം ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ്, എഴുതിയ ആളാണ്. ഒറ്റ പരിഹാരമേ ഉള്ളൂ. കുറച്ച് പേര് പറയുന്നത് ടണൽ വേണമെന്ന്. പക്ഷെ അത് സാങ്കേതികമായി സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടാണ് അവർ പറയുന്നത്. പക്ഷേ ടണലാണോ അൾട്ടിമേറ്റ് പരിഹാരം? 1. 2, ഈ കറുപ്പുകുട്ടി സാറിനെ പോലെയുള്ള പറയുന്നത് സിമൻറ്റ് ഏപ്രൻ 3 മീറ്ററിൽ സിമൻറ്റ് ഏപ്രൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടെ പോകുന്നതാണ്. കേരള ഗവൺമെൻറ് പറയുന്നത് പുതിയ ഡാം വേണമെന്നാണ്. പക്ഷെ പുതിയ ഡാം കെട്ടുമ്പോൾ പുതിയ കരാറ്, പുതിയ കാലാവധി ഒക്കെ വരും. അതെന്തായാലും അവരനുവദിക്കത്തില്ല. അത് അവരനുവദിക്കത്തില്ല. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. 2 കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 1, വർഷം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഏത്? ഡാമിൻ്റെ ആയുസ് അനുസരിച്ച് കരാറിൻ്റെ വർഷം മാറ്റാൻ പറ്റുമോ? 990 പണ്ടത്തെ അല്ലേ? പണ്ട് കുഴപ്പമില്ലായിരുന്ന കാലത്ത് 999 നമ്മൾ എപ്പോഴെങ്കിലും സുപ്രീം കോടതിയിലോ എവിടെയെങ്കിലും നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ചോദ്യം ചെയ്ത് നമ്മൾ പറയുമ്പോഴേ അത് മൈൻഡ് ചെയ്തില്ല. ആ കേസ് എടുക്കില്ല. നമ്മൾ എപ്പോഴും കിടന്ന് പിടിക്കണം എന്തിനാണ്? ഡാം സേഫ് അല്ല എന്നാണ്. ഈ 999 കരാർ നമ്മൾ തമിഴ്നാടിനോട് ഇനി ആവശ്യപ്പെടേണ്ട, എൻ്റെ ഒരു വ്യക്തിപര അഭിപ്രായം, ഈ 999 വർഷത്തെ കരാർ പറ്റൂല. ഡാം നിൽക്കുന്ന കണക്കാക്കിയിട്ടുള്ളൊരു കരാർ തരാം. പിന്നെ ഡാം പുതിയത് പണിയുമ്പോൾ പുതിയ കരാർ, അങ്ങനെ കരാർ പോകാം. 1ാമത്തെ കാര്യം. 2ാമത്, കൃത്യമായി ഞങ്ങൾക്ക് എന്ത് തരണം? ഈ കാലത്തിനനുസരിച്ചുള്ള പൈസ ഞങ്ങൾക്ക് തരണം. നിങ്ങൾ വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കുക, അതിനുള്ള പൈസ തരണം. പക്ഷേ ഇത് തീരണമെങ്കിൽ തമിഴ്നാടും നമ്മളും സെൻട്രൽ ഗവൺമെൻറ്റിനകത്തൊരു സേ ഉണ്ട്. ഇപ്പം അവർ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടം കളിക്കുന്നുണ്ട്. ആ കളി നടക്കത്തില്ല. 2 സ്റ്റേറ്റ് ഒരു വിഷയം വന്നാൽ പിന്നെ ആരാണ് ഇടപെടേണ്ട? അമ്പയർ സെൻട്രലാണല്ലോ. ഇപ്പം ഇരിക്കുന്ന ആരൊക്കെയാണ്? സെൻട്രൽ വാട്ടർ കമ്മീഷൻ, ഡാം സേഫ്റ്റി അതോറിറ്റി, ആ ടീം പോരാ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഡോക്ടർ ജോസഫ് അദ്ദേഹം ഒരു കേസ്, മെഡിക്കൽ ഡോക്ടറാണ്, അദ്ദേഹം ഒരു കേസ് കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം ഡിമാൻഡ് ചെയ്തത്, ഒന്ന്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആര് പഠിക്കണം? ഒരു ടീം ഇതിനെ പഠിക്കണം. സെൻട്രൽ ഡാം സേഫ്റ്റി അതോറിറ്റിക്കാർ, കേന്ദ്ര ഡാം സേഫ്റ്റി അതോറിറ്റിക്കാർ ഇതിനകത്ത് ഇൻ്റർവെൻ ചെയ്യണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് അനുകൂലമായ വിധി ആര് വാങ്ങിച്ചിട്ടുണ്ട്? അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. എന്നെ അതിശയപ്പെടുത്തിയ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ട് കോടതി
നിങ്ങൾ രണ്ട് കൂട്ടരും പഠിക്കണ്ട. റൂർക്കി IIT കേരളത്തിന് പഠിച്ചു, മറ്റേ IIT നിങ്ങൾ രണ്ട് കൂട്ടരും പഠിക്കുകയൊന്നും വേണ്ട, ഞങ്ങളൊരു കമ്മിറ്റിയെ വയ്ക്കും. വേണം ഇന്റർനാഷണൽ എക്സ്പെർട്ടുകളെ വെച്ചോ, കേരളത്തിൽ നിന്നുള്ളൊരു തമിഴ്നാട്ടിലുള്ളൊരു ബയാസ്ഡാവുമെങ്കിൽ ആ കമ്മിറ്റി പറഞ്ഞ റിപ്പോർട്ട് നിങ്ങൾ പരിഗണിച്ചേ പറ്റുള്ളൂ എന്ന് പറയാതെ ഒരു ആയാറാം കയ്യാറാം കളി ആരും കളിക്കുന്നുണ്ട്? അല്ല, കോടതി പറയണ്ടേ നിങ്ങൾ രണ്ട് കൂട്ടരും വേണ്ട, ഞങ്ങൾ ഒരു ആർബിട്രേറ്ററെ വെച്ചോ, ഞങ്ങളൊരു ടെക്നിക്കൽ കോടതിയെ ശരിക്കും പറയാം നമുക്ക് ഈ വിഷയങ്ങളിൽ കോടതികളെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണോ അത് ആ തീരുമാനങ്ങളെ അംഗീകരിച്ച് നമുക്ക് പറ്റത്തുള്ളൂ. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെന്റിന് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? സെൻട്രൽ ഗവൺമെന്റിനോട് പ്രധാനമന്ത്രി ഞാൻ അപ്പീൽ, നമുക്ക് ഒരു അപ്പീൽ വയ്ക്കാമല്ലോ. പ്രധാനമന്ത്രിയോട് ഒരു അപ്പീലുള്ളത്, ഞങ്ങൾ കേരളത്തിലുള്ളവർ 10-35 ലക്ഷം ജനങ്ങൾ, ഒരു 6 ജില്ലയിലെ ജനങ്ങൾക്ക് ചെറിയൊരു ആശങ്കയുണ്ട്, കുറച്ച് പേർക്ക് വലിയ ആശങ്കയുണ്ട്, അതിനടുത്തൊക്കെ നിൽക്കുന്നവർക്ക് വലിയ ആശങ്കയുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ത് ചെയ്യണം? അടിയന്തരമായി ഉചിതമായ നടപടിയെടുത്ത് ഈ ടീമുകളെയൊക്കെ വിളിച്ച് ചെയ്യണം. നമ്മുടെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് വിജയുമായിട്ടും സെൻട്രലുമായിട്ടും ഒന്ന് ചർച്ച ചെയ്ത് വേണം. വിജയിയോട് പറയാനുള്ളത് മര്യാദയ്ക്ക് ഈ ഒരു നമ്മളുടെ ദൗർബല്യം, മറ്റെന്ത് അപ്പർ ഹാൻഡ് അവർക്ക് ഉണ്ടെങ്കിലും അതൊക്കെ ആയിരിക്കുമല്ലോ അവരെ ഞങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് തോന്നലായിരിക്കുമല്ലോ. അവർ ശക്തരാണെന്ന് തോന്നിയാലും അശക്തരായ നമ്മളെ എന്ത് ചെയ്യരുത്, പരീക്ഷിക്കരുത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വെള്ളമൊക്കെ തരാം, ഞങ്ങൾക്ക് വേണ്ടത് ഇതെന്താണെങ്കിലും ഇതിപ്പം കേരളമാണെങ്കിലും അതെ കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ഇതാരായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ നമ്മൾ മലയാളികൾ ഓരോ മഴക്കാലത്തും ഇങ്ങനെ ആശങ്കയോട് തന്നെ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.